നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ ജനറൽ എക്സെപ്ഷൻസിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ എക്സാമിൽ ഏകദേശം 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ഏരിയയാണ് ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ BNSന്റെ സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള സെക്ഷൻസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഏരിയയിൽ ഡീൽ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇല്ലുസ്ട്രേഷൻസും പ്രധാനപ്പെട്ട കേസ് ലോകളും. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയുള്ള ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പ്ലസ് ആദ്യത്തെ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ജനറൽ എക്സെപ്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 14 അതിന്റെ ഇൻഗ്രീഡിയൻസ്, ഇല്ലുസ്ട്രേഷൻ പ്ലസ് അസോസിയേറ്റഡ് കേസ് ലോസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്ന ജനറൽ എക്സെപ്ഷൻസിനെ പറ്റിയിട്ടുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. Chapter 3 of the BNS, captioned General Exceptions, comprising sections 14 to 44, exempts certain persons from criminal liability. An act or omission of an accused, even though prima facie falls within the terms of a section defining an offence or prescribing a punishment, therefore, does not constitute an offence if it is covered by any of the exceptions enumerated in Chapter 3. In other words, a wrongdoer who has committed an actus reus with the requisite mens rea may escape from liability because he has a general exception to offer as an answer to the prosecution. Now, the general exceptions in the ultimate analysis limit and override offences and penal provisions of the Sanhita. The title General Exceptions is used to convey that these exceptions are available to all offences. So, സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള വകുപ്പുകളിലാണ് ജനറൽ എക്സെപ്ഷൻസിനെ കുറിച്ച് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു എങ്കിൽ കൂടിയും ഇപ്പൊ എന്താ പറയണ്ട, ഒരു ആക്ടിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒമിഷനിലൂടെയോ എന്തെങ്കിലും ഒരു റോങ് കമ്മിറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ കൂടിയും അയാൾക്ക് ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ഒഴിവാകാനായിട്ട് BNSൽ തന്നെ ചില വ്യവസ്ഥകൾ നമ്മുടെ പഴയ IPCയിലും ഇപ്പൊ നിലവിൽ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലും തന്നെ ചില വ്യവസ്ഥകൾ കൂടി കൊടുത്തിട്ടുണ്ട്, ചില ജനറൽ എക്സെപ്ഷൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു കുറ്റകൃത്യമാണെന്ന് തോന്നുന്ന ഒരു പർട്ടിക്കുലർ ആക്ടോ അല്ലെങ്കിൽ ഒമിഷനോ ആണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ശിക്ഷ ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ്, ഒരു റോങ് ആണ് ഈ പർട്ടിക്കുലർ പ്രസ്തുത വ്യക്തി ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുമെങ്കിൽ കൂടിയും അത് ഈ പർട്ടിക്കുലർ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന, ഈ ചാപ്റ്റർ 3ൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷന്റെ എലമെന്റ് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഈ 14 മുതൽ 44 വരെ പറയപ്പെടുന്ന പ്രൊവിഷൻസിന്റെ എന്തെങ്കിലും ഒരു പിൻബലത്തോടുകൂടി വന്നു കഴിഞ്ഞാൽ ആ പ്രസ്തുത വ്യക്തിക്ക് താൻ ചെയ്ത ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു ഒമിഷനിലൂടെ ഒരു ഒഫൻസായി മറ്റൊരു തരത്തിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടേക്കാവുന്ന സാധ്യതയിൽ നിന്നും മാറി ആ പർട്ടിക്കുലർ ആക്ടിനോ ഒമിഷനോ യാതൊരു തരത്തിലുള്ള ക്രിമിനൽ ബാധ്യതയും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഡിഫൻസിനെയാണ് അല്ലെങ്കിൽ അക്യൂസ്ഡിന് അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം എക്സെപ്ഷൻസിനെയാണ് നമ്മൾ ചാപ്റ്റർ 3ൽ ജനറൽ എക്സെപ്ഷൻസ് അഥവാ പൊതുവായ ഒഴിവാക്കലുകൾ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് കുറ്റം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി, ഒരു റിക്വസിറ്റ് മെൻസറിയോടുകൂടി ഒരാൾ ഒരു തെറ്റ്, ഒരു ഒമിഷൻ അല്ലെങ്കിൽ ഒരു ആക്ട്, അതായത് ഒരു ആക്ടസ് റിയസ്, ഒരു പോസിറ്റീവ് ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ നടത്തിയാൽ പോലും ഈ ജനറൽ എക്സെപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് പ്രോസിക്യൂഷന് തക്കതായ മറുപടി നൽകാനും
തനിക്ക് നേരിടേണ്ടി വരുന്ന ക്രിമിനൽ ബാധ്യതയിൽ നിന്നും അതുപോലെ തന്നെ താൻ സബ്ജക്റ്റഡ് ആയേക്കാമായിരുന്ന ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനും അദ്ദേഹത്തിന് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഹിതയിലെ മറ്റ് ശിക്ഷാ വ്യവസ്ഥകളെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അവയ്ക്ക് മുകളിൽ നിൽക്കാനും ഈ എക്സംഷൻസിന് അധികാരമുണ്ട്. ഇപ്പോ ജനറൽ എക്സെപ്ഷൻസ് എന്ന് ഇതിനെ വിളിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നിയമത്തിൽ പറയുന്ന എല്ലാത്തരം കുറ്റകൃത്യങ്ങൾക്കും ഈ എക്സെപ്ഷൻസ് ഒരുപോലെ തന്നെ ബാധകമാണ് എന്നുള്ളതാണ്. അതിൽ BNSന്റെ മറ്റു പ്രൊവിഷൻസ് കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ആ കാര്യം ക്ലിയർ ആണ്. ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചാപ്റ്റർ 3 it consists of 31 sections which may be grouped into 8 heads, and those are the first one which deals with mistake of fact under sections 14 and 17. Then comes privileged acts and judicial acts which are dealt with under section 15 and 16. Then accidental acts which are under section dealt with under section 18, necessity under section 19, incapability to commit a crime under sections 20 to 24, acts done with consent under sections 25 to 28 or without consent under section 30, triviality under section 33 and private defense under sections 34 to 44. അപ്പോ ഈ ചാപ്റ്റർ 3 മൊത്തത്തിൽ 31 സെക്ഷനുകളാണ് ഉള്ളത്. അപ്പൊ നമുക്കതിനെ പൊതുവായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവയെ പ്രധാനമായും 8 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഫാക്ട്സ് അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കുന്നതുമായി നേരിടുന്ന ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതിലൂടെ കിട്ടുന്ന എക്സെപ്ഷൻസ് അടങ്ങുന്ന സെക്ഷൻ 14 17 തുടങ്ങിയ ഒന്നാമത്തെ ഭാഗം. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ജഡ്ജിമാരും അതുപോലെ തന്നെ പബ്ലിക് സർവൻസും അതുപോലെ കോടതികളും ഒക്കെ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ലഭിക്കുന്ന പ്രത്യേകതരം സംരക്ഷണം. ഇതാണ് പ്രിവിലേജ്ഡ് ആക്ട്സ് ആൻഡ് ജുഡീഷ്യൽ ആക്ട്സ് അണ്ടർ സെക്ഷൻ 15 and 16. പിന്നെ അതിനുശേഷം നമ്മൾ മൂന്നാമതായിട്ട് നോക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ആക്സിഡന്റൽ ആയിട്ടുള്ള ആക്സിനെ പറ്റിയിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫൻസ് ആണ് അല്ലെങ്കിൽ എക്സെപ്ഷൻ ആണ്. ഇത് സെക്ഷൻ 18 നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കടക്കുന്നത് എന്താണ്, ഒരു വലിയ അപകടത്തെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടി മാത്രം അതിന് കൗണ്ടർ ആയിട്ട് ചെയ്യേണ്ടി വരുന്ന ചില ചെറിയ തെറ്റുകളെ പറ്റിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു വലിയ തെറ്റിനെ, വലിയൊരു ഹാമിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഗ്രേറ്റർ ഈവിലിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ഒരു ലെസർ ഈവിൽ, അതിനെയാണ് നമ്മൾ നെസസിറ്റി അണ്ടർ സെക്ഷൻ 19 ബന്ധപ്പെട്ട് ഡീൽ ചെയ്യുന്നത്. ശേഷം അഞ്ചാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായോ ഇൻകേപ്പബിൾ ആയിട്ടുള്ള കഴിവില്ലാത്തവരെ കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഡിഫൻസിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എക്സംഷനെ പറ്റിയിട്ട്. ഇപ്പൊ ഉദാഹരണം പറയാനാണെങ്കിൽ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത വ്യക്തികൾ. അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് ഡീൽ ചെയ്യുന്ന സെക്ഷൻ 20 മുതൽ 24 വരെയുള്ള ഭാഗമാണ് അഞ്ചാമത്തത്. അതിനുശേഷം ആറാമതായിട്ട് ഒരാളുടെ കൺസെന്റ് അല്ലെങ്കിൽ സമ്മതത്തോടു കൂടി ചെയ്യുന്ന അല്ലെങ്കിൽ സമ്മതമില്ലാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ. അപ്പൊ അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, അതിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എക്സെപ്ഷൻ കിട്ടുന്നത്. അതിൽ കൺസെന്റോടുകൂടി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 25 മുതൽ 28 വരെയുള്ള ഭാഗവും കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 30. ശേഷം ഏഴാമത്തെ ഭാഗം അല്ലെങ്കിൽ ഏഴാമതായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ട്രിവിയാലിറ്റി അഥവാ നിയമം കാര്യമായിട്ട് എടുക്കാത്ത അല്ലെങ്കിൽ വളരെ നിസാരമായി കണക്കാക്കുന്ന ചില പ്രത്യേകതരം കാര്യങ്ങളെ പറ്റി, അതിന്റെ സാഹചര്യങ്ങളെ പറ്റിയിട്ട് സെക്ഷൻ 33 ആണ് അസോസിയേറ്റഡ് സെക്ഷൻ. അവസാനമായിട്ട് പ്രധാനമായി നമ്മൾ പഠിക്കുന്ന ഭാഗമായ പ്രൈവറ്റ് ഡിഫൻസ് അണ്ടർ സെക്ഷൻ 34 to 44. അപ്പൊ അവിടെ ഒരു പർട്ടിക്കുലർ വ്യക്തി തന്റെ സ്വന്തം അല്ലെങ്കിൽ തനിക്ക് മുമ്പിലുള്ള അല്ലെങ്കിൽ തനിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ജീവന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തി തന്റെ സ്വത്തിനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വത്തിനോ വേണ്ടിയിട്ടോ ഏർപ്പെടുത്തുന്ന പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റിയിട്ട് അഥവാ സ്വയരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ 34 മുതൽ 44 വരെയുള്ള ഭാഗം. അപ്പോ സ്വന്തം ജീവനോ സ്വത്തോ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനോ സ്വത്തോ സംരക്ഷിക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തുന്ന ചില പ്രത്യേകതരം
പ്രവർത്തികൾ. അപ്പൊ അതിന് നിയമം അനുശാസിക്കുന്ന ഇളവുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ അവസാനമായിട്ട് നോക്കുന്നത്. ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനറൽ ഇൻട്രൊഡക്ടറി പോർഷന് ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസും ഡിസ്കസ് ചെയ്തതിന് ശേഷം മിസ്റ്റേക്ക് ഓഫ് ഫാക്ടിന്റെ ആദ്യത്തെ ലിമ്പ് നമ്മൾ പഠിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓരോന്നും നമുക്ക് വിശദമായിട്ട് പഠിച്ചു പോകാം. ഞാൻ പറഞ്ഞു ഈ ഒരു മൊഡ്യൂളിന് ഏകദേശം 10 മാർക്കാണ് നിലവിലത്തെ സിലബസ് പ്രകാരം വെയിറ്റേജ് വരുന്നത്. സോ നമ്മൾ ഓരോ എക്സെപ്ഷനും അതിന്റെ ഓരോ എലമെന്റ്സും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ആ രീതിയിൽ നമ്മുടെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് പഠിക്കാം. ഇവിടെ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ ജനറൽ എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാപ്റ്റർ 3-ലെ ഈ എക്സെപ്ഷൻസിന് നമുക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസും രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസും. ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് കൊണ്ട് വേറെ പ്രത്യേകിച്ച് കോൺസിക്വൻസ് ഒന്നും ഇല്ല. കോൺസിക്വൻസ് ബേസിക്കലി സെയിം തന്നെയാണ്. ഈ പറയപ്പെടുന്ന ഡിഫൻസസ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എക്സെപ്ഷൻസ് ഒക്കെ അക്യൂസ്ഡിന് ഏത് തരം ഒഫൻസുകൾക്കും ജനറലി അവൈലബിൾ ആയിട്ടുള്ളവ തന്നെയാണ്. അത് ഈ പറയപ്പെടുന്നതിൽ ഏതിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ ബെനിഫിറ്റ് അക്യൂസ്ഡിന് കിട്ടുന്നതുമായിരിക്കും. പക്ഷെ ഈ ഒരു ഗ്രൂപ്പിംഗ് ഇങ്ങനെ ആക്ടിന്റെ ഉള്ളിൽ തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഇന്റർപ്രിട്ടേഷനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൂടി നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ട് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രൂപ്പിങ്ങിനെ കൂടി നമ്മൾ മനസ്സിലാക്കി പോകുന്നത്. So in the former category of cases, that is in the case of excusable exceptions, the necessary mens rea for the offense would be lacking either by reason of a bona fide mistake as to the existence of a fact or by reason of the act being done accidentally or by reason of infancy or insanity or intoxication, and so the actor is not responsible for what he has done. Now on the other hand, that is in the case of justifiable exceptions, the circumstances under which the offense was committed furnish legal justification for its commission, either by reason of the act being done by a judge under the direction of law or in pursuance of the orders of a court, or to prevent a greater harm to a person or property in the case of necessity, or an act done with the consent of the person harmed, or when the harm is short of causing death or grievous hurt, or done under coercion, or in the exercise of the right of private defense, or the act being of a trivial nature, and hence the law would not take note of it. അപ്പോ 2 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ക്ഷമിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിയമം ഒഴിവാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ചില പ്രത്യേകതരം പ്രവർത്തികൾ. രണ്ടാമത്തേതെന്ന് പറയുന്നത് സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വെച്ചിട്ട് നിയമപരമായി തന്നെ ന്യായീകരിക്കാൻ സാധിക്കുന്ന പ്രവർത്തികൾ. സോ ആദ്യത്തേത് നിയമം എക്സ്ക്യൂസ് ചെയ്ത് വിടുന്ന കാര്യങ്ങൾ, രണ്ടാമത്തേത് നിയമപരമായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഈ എക്സാമ്പിളുകൾ നോക്കിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൻസ് ഇതിന്റെ ഉള്ളിൽ പെടുത്തി ഓരോ കാറ്റഗറി നോക്കുമ്പോൾ തന്നെ അതിന്റെ റീസൺ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പിങ്ങിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു ആക്ടേഴ്സ് റിയസും ഒരു മെൻസ് റിയയും ചേരുമ്പോഴാണല്ലോ ഒരു ക്രൈം അവിടെ നടന്നു എന്ന് നമ്മൾ പറയുന്നത്. സോ ആ 2 എലമെന്റ്സിൽ റിക്വസിറ്റ് ആയിട്ടുള്ള മെൻസ് റിയ എന്ന് പറയുന്ന എലമെന്റ് ഈ എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിന്റെ കാര്യത്തിൽ ഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ആബ്സെന്റ് ആണ് എന്നുള്ളതാണ് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിന്റെ പ്രത്യേകത. ഇപ്പോ നോക്കിക്കേ, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്, അപ്പൊ അവിടെ ആ മെന്റൽ എലമെന്റ് ആബ്സെന്റ് ആണ്. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ആക്സിഡന്റൽ ആക്ട്, അവിടെയും നമുക്കൊരു ഇന്റൻഷൻ വരുന്നില്ല. അവിടെ ഒരു നെഗ്ലിജൻസ് ചിലപ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ അവിടെ ഒരു ഗിൽറ്റി മൈൻഡ് അവിടെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല.
ഇപ്പോ ഇൻഫാൻസി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആ കേസുകളിൽ മെൻസ്ട്രിയ നമുക്ക് അക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ഇൻസാനിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇൻടോക്സിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മെൻസ്ട്രിയ ആബ്സെന്റ് ആണ്. സോ എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസിന്റെ കാര്യത്തിൽ എന്താണ്, മെൻസ്ട്രിയ എന്ന് പറയുന്ന ആ ഒരു മെന്റൽ എലമെന്റ് അവിടെ ലാക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ടർ, ഈ ആരാണോ ഈ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ ഇത്തരത്തിലൊരു ഒമിഷൻ നടത്തുന്നത്, ആ പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഇതിന്റെ കേസിൽ വരുന്ന അക്യൂസ്ഡ്, അദ്ദേഹത്തിന്റെ ആ പ്രവർത്തിക്കോ അല്ലെങ്കിൽ ഒമിഷനോ റെസ്പോൺസിബിൾ ആയിരിക്കില്ല ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് ദാറ്റ് മെന്റൽ എലമെന്റ്. ദാറ്റ് ഇസ് ദ കേസ് ഓഫ് എക്സ്ക്യൂസബിൾ എക്സെപ്ഷൻസ്. ഇനി ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ് എന്താണ്? ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിന് ലീഗൽ ആയിട്ട് തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന എക്സെപ്ഷൻസിനെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാറ്റഗറിയിൽ പെടുന്ന, ആ ഗ്രൂപ്പിൽ പെടുന്ന എക്സെപ്ഷൻസിനെയാണ് നമ്മൾ ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. നിയമപരമായിട്ട് അതിന് ന്യായീകരണം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോ ഒരു പ്രൈവറ്റ് ഡിഫൻസ്, ഒരു വ്യക്തി ഒരു പ്രൈവറ്റ് ഡിഫൻസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്താണ്, ഇപ്പൊ എന്നെ തല്ലാൻ വരുന്ന അല്ലെങ്കിൽ എന്നെ ഒരു വടിവാളെടുത്ത് വെട്ടാൻ വരുന്ന ഒരാളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തപ്പോ പ്രതിരോധിക്കാനായിട്ട് ഒബ്വിയസ്ലി എനിക്ക് നിയമം എനിക്കൊരു റൈറ്റ് തരുന്നുണ്ട്, ഒരു അവകാശം തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അധികാരം തരുന്നുണ്ട്. സോ അത് ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ്, എനിക്കെതിരെ വരുന്ന ആ അസൈലന്റിനെ ആക്രമിക്കണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്, കാരണം അദ്ദേഹത്തെ തടയണം എന്നുള്ളൊരു ഉദ്ദേശം എനിക്കുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉദ്ദേശം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും ലീഗലി എന്റെ ഈ ആക്ട് ജസ്റ്റിഫയബിൾ ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഒരു ജഡ്ജിന്റെ ഡയറക്ഷൻ പ്രകാരം നിയമപരമായിട്ട് നടപ്പിലാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങള്, അല്ലെങ്കിൽ കോർട്ട് ഓർഡർ പ്രകാരം നടപ്പിലാക്കുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ വളരെ മിനിസ്ക്യൂൾ ആയിട്ടുള്ള ട്രിവിയൽ നേച്ചറിൽ പെടുന്ന പ്രവൃത്തികൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളുടെ നേരെ കുറച്ച് പേപ്പർ കെട്ട് വലിച്ചെറിയുക, ഇങ്ങനെ കേസ് ലോകളൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ മിനിസ്ക്യൂൾ ആയിട്ടുള്ള നിയമ നോട്ടീസ് പോലും എടുക്കാത്ത ചില കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റിഫയബിൾ ഒഫൻസ് അല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസിന്റെ കാറ്റഗറിയിലാണ് നമ്മൾ ഇവയെ പെടുത്തുന്നത്. സോ ബ്രോഡ്ലി സ്പീക്കിംഗ് രണ്ട് തരത്തിലാണ് നമുക്ക് നമ്മുടെ ജനറൽ എക്സെപ്ഷൻസിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്, എക്സ്ക്ലൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ. അല്ലാതെ നമുക്ക് ബ്രോഡ്ലി എന്താണ് 8 കാറ്റഗറി, 8 ഹെഡുകളിലായിട്ടാണ് നമ്മൾ ബേസിക് ആയിട്ട് ഈ എക്സെപ്ഷൻസിനെയൊക്കെ പെടുത്തിയിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഡീൽ ചെയ്തു. സോ ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിമാർക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞു പോകുന്നത്. Now applicability of this chapter to offenses under special or local laws. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. Section 2 clause 24 of the Sanhita defines the word offense. Except in chapters and sections mentioned in subclause A and B, the word offense means a thing made punishable by the Sanhita, but subclause A gives that in chapter 3 and in the following sections, namely subsection 2, 3, 4 and 5 of section 8, 9 and etc. The word offense means a thing punishable under the Sanhita or under any special law or local law. And in subsection 1 of section 199 and sections 211, 212, 238, 239, 249, 253 and subsection 1 of section 329, the word offense shall have the same meaning when the act punishable under the special law or local law is punishable under such law with imprisonment for a term of 6 months or more, whether with or without fine. ഇവിടെ നമുക്ക് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഓഫ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും വരുന്നത്. The except in chapters and sections mentioned in subclause A and B. അപ്പൊ എയിലും ബിയിലും പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവയിലല്ലാതെ the word offense means a thing made punishable by the Sanhita. അപ്പൊ ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്? എയിലോ ബിയിലോ പറയുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തി ഈ സംഹിത ഒരു ശിക്ഷ കൽപ്പിക്കുന്ന അല്ലെങ്കിൽ പണിഷബിൾ ആക്കുന്ന എന്ത് തരം പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒമിഷനോ നമുക്ക് ഒഫൻസ് എന്ന് പറയാം. അപ്പോ എയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻ ചാപ്റ്റർ 3 the word offense means a thing punishable under the Sanhita or under any special or local law. അപ്പോ ഇങ്ങനെ ഇവിടെ എന്താ പറയണ്ടേ, നമ്മൾ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഒഫൻസ് മീൻസ് എ തിങ് പണിഷബിൾ അണ്ടർ ദി സംഹിത. അപ്പൊ BNS പറഞ്ഞിട്ടുള്ള ഒരു പർട്ടിക്കുലർ
കാര്യത്തെയാണ് നമ്മൾ ഒഫൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ പല ഒഫൻസുകൾ ഒബിയസ്ലി അതിന്റെ അത് കൊടുത്തിട്ടുണ്ട്. തെഫ്റ്റ്, ഇപ്പോ ഡക്കോയിറ്റി, അല്ലെങ്കിൽ റോബറി, മർഡർ, അങ്ങനെ പല ഒഫൻസുകൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ അബറ്റ്മെന്റ്, കൺസ്പിറസി. സോ അതെല്ലാം ഒഫൻസ് എന്നുള്ളതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. പക്ഷെ ചാപ്റ്റർ 3യുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഒഫൻസ് എന്ന് പറയുന്നത് എന്താണ്? പണിഷബിൾ അണ്ടർ ദി സംഹിത. അപ്പൊ ഇതിന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ ഓർ അണ്ടർ എനി സ്പെഷ്യൽ ഓർ ലോക്കൽ ലോ. അപ്പോ ഈ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ പൊതുവായിട്ട് ഒഫൻസുകൾക്കുള്ള എക്സെപ്ഷൻസ് ആണ് എന്ന് പറയുമ്പോൾ IPC അല്ലെങ്കിൽ പഴയ IPC അല്ലെങ്കിൽ നിലവിലത്തെ BNS പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾക്ക് മാത്രമല്ല ഈ എക്സെപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, മറിച്ച് മറ്റ് സ്പെഷ്യൽ ലോ അല്ലെങ്കിൽ ലോക്കൽ ലോയിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾക്ക് കൂടി ഈ നിയമം, ഈ ഒരു ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ 14 മുതൽ 44 വരെയുള്ള പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് 2 Clause 24ന്റെ ക്ലോസ് എയിൽ നിന്നും സബ് ക്ലോസ് എയിൽ നിന്നും വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ BNSന്റെ ജനറൽ എക്സെപ്ഷൻസ് 2 Clause 24 പ്രകാരം BNSൽ മാത്രം പറഞ്ഞിരിക്കുന്ന ഒഫൻസുകൾക്കല്ല ബാധകമായിട്ട് വരുന്നത്. BNSൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ പ്ലസ് മറ്റേതെങ്കിലും സ്പെഷ്യൽ ലോ അല്ലെങ്കിൽ ലോക്കൽ ലോയിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾക്ക് കൂടി ജനറൽ എക്സെപ്ഷൻസ് ബാധകമാണ്. സോ ആ എക്സെപ്ഷൻസ് ആ ആക്ടുകളിൽ പറഞ്ഞിട്ടുള്ള ഒഫൻസുകൾ കൂടി ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്രയും ഭാഗമാണ് നമുക്ക് റെലവെന്റ് ആയിട്ട് വരുന്നത്. 2 Clause 24 except in chapter 3 the word offense means a thing punishable under the Sanhita or under any special law or local law. So chapter 3 is generally applicable in all these cases എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ 2 Clause 24 തന്നെ ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3 Clause 1 എന്ന് പറയുന്നത്. സെക്ഷൻ 3 Clause 1 provides that throughout this Sanhita, every definition of an offense, every penal provision, and every illustration of every such definition or penal provision shall be understood subject to the exceptions contained in the chapter entitled General Exceptions. So, those exceptions are not repeated in such definition, penal provision or illustration. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് 2 Clause 24ന്റെ അണ്ടറിൽ ഒരു ഒഫൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു. ജനറലി ആൻ ഒഫൻസ് ആസ് ഡിഫൈൻഡ് അണ്ടർ ദിസ് സംഹിത എന്ന് പറയുമെങ്കിലും ചാപ്റ്റർ 3യുടെ പർപ്പസിന് വേണ്ടിയിട്ട് അണ്ടർ ദിസ് ആക്ട് or under the Sanhita or any special or local law എന്ന് ഒരു എക്സ്റ്റൻഷൻ കൂടി നമ്മൾ പഠിച്ചു. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിനോടൊപ്പം തന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ സംഹിതയുടെ അണ്ടറിൽ സെക്ഷൻ 3 Clause 1 പ്രകാരം നമ്മുടെ BNSൽ എവിടെയെല്ലാം ഒരു ഒഫൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ, എവിടെയെല്ലാം ഒരു ശിക്ഷാ വ്യവസ്ഥ അല്ലെങ്കിൽ ആ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒഫൻസിന് ശിക്ഷ നിർവചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഒഫൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ശിക്ഷാ വ്യവസ്ഥയ്ക്ക് ആയിക്കോട്ടെ, ഒരു പീനൽ പ്രൊവിഷൻ ആയിക്കോട്ടെ, അതിനൊക്കെ ഇല്ലുസ്ട്രേഷൻസ് കൊടുക്കുന്നുണ്ടോ, അതെല്ലാം എന്താണ്? സബ്ജക്ട് ടു ദി എക്സെപ്ഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ എൻടൈറ്റിൽഡ് ജനറൽ എക്സെപ്ഷൻസ്. സോ ദോസ് offenses or those penal provisions and every such illustrations which are appended to these offenses or penal provisions are subject to the general exceptions. ഇപ്പൊ ഉദാഹരണത്തിന് മർഡറിന്റെ സെക്ഷൻ നമ്മൾ പഠിക്കുന്നു. അപ്പോൾ മർഡറിന്റെ സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡിന്റെ സെക്ഷൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഇല്ലുസ്ട്രേഷൻസ് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒഫൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ എലമെന്റ്സ് പഠിക്കുമ്പോൾ അതിന്റെ പണിഷ്മെന്റ് നോക്കുമ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നുണ്ടെങ്കിൽ ഈ മർഡറോ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡോ വേണമെങ്കിൽ എന്തായേക്കാം, അത് ഒരു ഒഫൻസ് അല്ലാതായി മാറിയേക്കാം എന്നുള്ളത് കൂടി അവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മുൻകൂട്ടി അങ്ങനെ എന്താണ് മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം ആ സെക്ഷൻസ് വായിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ആക്ടിനെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആക്ടിന്റെ പ്രൊവിഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ all those offenses or all those penal provisions and every such illustrations are subject to the chapter general exceptions എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാണ് സെക്ഷൻ 3 Clause 1 കൊടുത്തിട്ടുള്ളത്.
അപ്പൊ അങ്ങനെ ഓരോ സെക്ഷന്റെ അടിയിലും അല്ലെങ്കിൽ ഓരോ ഒഫൻസിന്റെ അല്ലെങ്കിൽ ഓരോ പീനൽ പ്രൊവിഷന്റെ അടിയിലും ഓരോ ഇല്ലുസ്ട്രേഷന്റെ അടിയിലും സബ്ജക്ട് ടു ജനറൽ എക്സെപ്ഷൻസ് എന്ന് എഴുതേണ്ട കാര്യമില്ല. അത് ആക്ടിൽ ത്രൂ ഔട്ട് ഇറ്റ് ഈസ് ജനറലി ആപ്ലിക്കബിൾ എന്നുള്ളതാണ് നമുക്ക് സെക്ഷൻ 3 ക്ലോസ് 1 മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാക്കണം, ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ സെക്ഷനിൽ 2 ക്ലോസ് 24 നമ്മൾ ബേസിക്കലി പഠിച്ചത് എന്താണ്? ഒഫൻസിന്റെ ഡെഫിനിഷൻ ആണ്. സോ ആ ഒഫൻസിന്റെ ഡെഫിനിഷൻ പഠിക്കുന്നതിലൂടെ ആക്ടിന്റെ അണ്ടറിലെ ഒഫൻസുകളോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ മറ്റേതെങ്കിലും സ്പെഷ്യലോ ലോക്കൽ ലോയിലെ ഒഫൻസുകളോ ചാപ്റ്റർ 3യുടെ പർപ്പസിന് വേണ്ടിയിട്ട് ഒഫൻസസ് ആയിട്ട് കണക്കാക്കും എന്ന് മാത്രമാണ് നമ്മൾ പഠിച്ചത്. 3 ക്ലോസ് 1 വേണ്ടിയിട്ടാണ് ആക്ടിൽ ത്രൂ ഔട്ട് കൊടുത്തിട്ടുള്ള ഒഫൻസുകൾക്ക് ഈ ജനറൽ എക്സെപ്ഷൻസ് ആയിട്ട് തന്നെ തുടരും എന്നുള്ള കാര്യം നമ്മൾ പഠിക്കുന്നത്. സോ ആ വ്യത്യാസം ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ഇല്ലുസ്ട്രേഷൻസ് നോക്കുമ്പോൾ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. The sections in this Sanhita which contain definition of offences do not express that a child under 7 years of age cannot commit such offences. But the definitions are to be understood subject to the general exception which provides that nothing shall be an offense which is done by a child under 7 years of age. അപ്പോ നമുക്കെല്ലാം അറിയാവുന്ന ഒരു എക്സെപ്ഷൻ ആണ്. എന്താണ്? ഡോളി ഇൻ കപ്പാക്സ് എന്ന് നമ്മൾ പറയും. നമ്മൾ അതിനെപ്പറ്റി വിശദമായിട്ട് പിന്നീട് പഠിക്കും. അതായത് ഒരു ചൈൽഡ്, ഒരു 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഒരു ക്രൈം ചെയ്യുന്നതിൽ നിന്നും ഇൻകപ്പാസിറ്റേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇൻകേപ്പബിൾ ആണ്. എ ചൈൽഡ് അണ്ടർ 7 years of age is incapable of doing any crime. ഇപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക്, 7 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റകൃത്യവും ചെയ്യാനായിട്ട് നിയമപരമായി സാധിക്കില്ല എന്നാണ് നിയമം മനസ്സിലാക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഒഫൻസിന്റെ അണ്ടറിലും ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഈ ഒഫൻസ് അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ 7 വയസ്സുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ 7 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ബാധകമല്ല എന്ന് എല്ലാ ഒഫൻസിന്റെ അണ്ടറിലും കൊണ്ട് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഈ 3 ക്ലോസ് 1 ഈ ഒരു പൈപ്പ് ലൈനിലൂടെ നമുക്ക് ജനറലി ഈ സാധനത്തിനെ ചാനലൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ജനറൽ ആപ്ലിക്കേഷനിലേക്കാണ് ഈ ജനറൽ എക്സെപ്ഷൻസിനെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ ജനറൽ ആപ്ലിക്കേഷൻ ജനറൽ എക്സെപ്ഷൻസിന് കൊടുക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 3 ക്ലോസ് 1. ഒരു ഇല്ലുസ്ട്രേഷൻ കൂടിയുണ്ട്. എ പോലീസ് ഓഫീസർ വിതൗട്ട് വാറന്റ് അപ്രിഹെൻസ് ഇസഡ് who has committed murder. Here A is not guilty of the offense of wrongful confinement, for he was bound by law to apprehend Z, and therefore the case falls within the general exception which provides that nothing is an offense which is done by a person who is bound by law to do it. ഇവിടെ എന്താണ്? ഒരു കൊലപാതകം ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു പോലീസുകാരൻ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ ഇങ്ങനെ അദ്ദേഹം അറസ്റ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെതിരെ ഈ കുറ്റവാളിക്ക്, അതായത് ഇസഡിന് എ എന്ന് പറയുന്ന പോലീസുകാരൻ തന്നെ അന്യായമായി തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുക്കാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് എ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ആക്ടിനെ ഒരു ഒഫൻസ് ആയിട്ട് നമുക്ക് അന്യായമായി തടഞ്ഞു വെക്കുക, റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് നോർമൽ സിനാരിയോയിൽ ഒരു ഒഫൻസ് ആണ്. സോ എയുടെ ആക്ടിനെ റോങ്ഫുൾ കൺഫൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഒബ്വിയസ്ലി ഇല്ല. കാരണം he is a duty bound officer. അപ്പോ ആ ഓഫീസർക്ക് കിട്ടുന്നത് എന്താണ്? നത്തിങ് ഈസ് ആൻ ഒഫൻസ് വിച്ച് ഇസ് ഡൺ ബൈ എ പേഴ്സൺ ഹു ഇസ് ബൗണ്ട് ബൈ ലോ ടു ഡു ഇറ്റ് എന്ന് പറയുന്ന ആ എക്സെപ്ഷൻ അദ്ദേഹത്തിന് കിട്ടും. അപ്പോ ഇങ്ങനെ റോങ്ഫുൾ കൺഫൈൻമെന്റ് ഡിഫൈൻ ചെയ്യുന്ന ആ ഭാഗത്തില് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടിയും ജനറൽ എക്സെപ്ഷൻസിന് സബ്ജക്റ്റഡ് ആയിട്ട് നമ്മൾ ആ സെക്ഷനെയും വായിക്കണം എന്ന് 3 ക്ലോസ് 1 നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഈ സെക്ഷൻ ഇതിന് ആപ്ലിക്കബിൾ ആണ് എന്ന് ഒബ്വിയസ്ലി മനസ്സിലാക്കാനായിട്ട് സാധിക്കും, വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. സോ 3 clause 1 states that every definition of an offense important ആണ്, every penal provision and every illustration of every such definition or penal provision shall be understood subject to the exceptions contained in the chapter entitled General Exception, though those exceptions are not repeated in such definition, penal provision or illustration. Now, by virtue of provisions 2 clause 24 read with that of section 3 clause 1, it follows that the chapter on general exceptions is applicable not only to the BNS but also to the penal provisions in other special and local acts. The title General Exceptions is therefore adopted to convey that these exceptions are available to the accused of all offences.
അപ്പൊ ഇത്രയേ ഉള്ളൂ. 2 clause 24 നമ്മൾ ഒഫൻസിനെ ഡിഫൈൻ ചെയ്തു. ഒഫൻസിനെ നമ്മൾ ജനറലി പറയുമ്പോൾ എ തിങ് മേഡ് പണിഷബിൾ അണ്ടർ ദി സംഹിത എന്ന് പറയുമെങ്കിലും സബ് ക്ലോസ് എ പ്രകാരം 2 clause 24 clause എ പ്രകാരം ചാപ്റ്റർ 3യുടെ പർപ്പസിന് വേണ്ടിയിട്ട് എ തിങ് വിച്ച് ഈസ് മെയ്ഡ് പണിഷബിൾ അണ്ടർ ദി സംഹിത പ്ലസ് അണ്ടർ എനി സ്പെഷ്യൽ ഓർ ലോക്കൽ ലോ എന്ന് പറയുന്നതിലൂടെ എല്ലാ തരം ഒഫൻസുകളും ചാപ്റ്റർ 3യുടെ അണ്ടറിൽ വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്, ആപ്ലിക്കബിലിറ്റിയിൽ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 3 clause 1 എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു ഒഫൻസിന്റെ ഡെഫിനിഷൻ വായിക്കുമ്പോഴും അതുപോലെ എല്ലാ പീനൽ പ്രൊവിഷൻ ആക്ടിന്റെ ജനറാലിറ്റി അല്ലെങ്കിൽ ആക്ടിൽ വരുന്നതിന്റെ ആപ്ലിക്കബിലിറ്റി, ഈ ഒരു ചാപ്റ്റർ 3യുടെ ആപ്ലിക്കബിലിറ്റിയുടെ ജനറാലിറ്റിയെ പറ്റിയിട്ടാണ് സെക്ഷൻ 3 clause 1 പറയുന്നത്. ആക്ടിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഒഫൻസുകൾക്കും, എല്ലാ പീനൽ പ്രൊവിഷൻസിനും, എല്ലാ ഇല്ലുസ്ട്രേഷൻസിനും അടിയിൽ എടുത്തെടുത്ത് ഇന്ന എക്സെപ്ഷൻ, ഇന്നത് എക്സെപ്ഷൻ ആണ്, ഇന്നത് എക്സെപ്ഷൻ ആണെന്ന് എടുത്തെഴുതേണ്ട കാര്യമില്ല. മറിച്ച് അത് നമ്മൾ ജനറൽ ആയിട്ട് സെക്ഷൻ 3 clause 1 നിന്നും വായിച്ചെടുക്കണം എന്നാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എല്ലാ ഒഫൻസുകൾക്കും ഈ 2 സെക്ഷൻ ചേർത്ത് വായിക്കുന്നതിലൂടെ ജനറൽ എക്സെപ്ഷൻസ് ബാധകമാണ് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതാണ് 2 clause 24ന്റെയും 3 clause 1ന്റെയും പ്രത്യേകത. ഇനി ബർഡൻ ഓഫ് പ്രൂഫ് സംബന്ധിച്ച്, അല്ലെങ്കിൽ ആർക്കാണ് ഇതിന്റെ ബർഡൻ വരുന്നത്, ജനറൽ എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബർഡൻ വരുന്നത് എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ അതിന്റെ ഡിഗ്രി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാം. സെക്ഷൻ 108 of the BSA places the burden on the accused to prove that the case falls within one of the general exceptions. Section 108 provides that when a person is accused of any offense, the burden of proving the existence of circumstances bringing the case within any of the general exceptions in the Bharatiya Nyaya Sanhita or within any special exception or proviso contained in any other part of the said Sanhita or in any law defining the offense is upon him, and the court shall presume the absence of such circumstances. The general എക്സെപ്ഷൻസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആദ്യത്തെ ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് അക്യൂസ്ഡിനാണ് എന്നുള്ളത് ഒബ്വിയസ്ലി നമുക്കത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് അക്യൂസ്ഡിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക തരം ഡിഫൻസുകളാണ്. സോ ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കായിരിക്കും? എന്റെ ഒരു പ്രവൃത്തി ഈ പറയപ്പെടുന്ന ജനറൽ എക്സെപ്ഷൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്ന് പറയുമ്പോൾ അത് തെളിയിക്കാനുള്ള നിയമപരമായ ബാധ്യതയും എനിക്കായിരിക്കുമല്ലോ. അപ്പോ അക്യൂസ്ഡിനാണ് ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്ന സെക്ഷൻ BNS അല്ല ഉള്ളത്, മറിച്ച് BSAയിലാണ്. ഭാരതീയ സാക്ഷ്യ അധിനിയമിന്റെ സെക്ഷൻ 108 ഈ അക്യൂസ്ഡിനുള്ള ബർഡൻ ഓഫ് പ്രൂഫിനെ പറ്റി പറയുന്നത്. Places the burden on the accused to prove that the case falls within one of the general exceptions. അപ്പോൾ എന്ത് തരം ഒഫൻസ് ഒരു പർട്ടിക്കുലർ വ്യക്തി അക്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ഒഫൻസുകളുടെ ഡെഫിനിഷൻ ഭാരതീയ ന്യായ സംഹിത പ്രകാരം എന്തെങ്കിലും ഒരു ഒഫൻസ് ഒരു വ്യക്തി ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ തന്റെ പ്രവൃത്തി അല്ലെങ്കിൽ താൻ ചെയ്ത പ്രവൃത്തികൾ, ആ സാഹചര്യം, അതിന് അടിസ്ഥാനമായിട്ടുള്ള സാഹചര്യം ഈ ജനറൽ എക്സെപ്ഷൻസിന്റെ അണ്ടറിൽ പെടുന്ന എന്തെങ്കിലും ഒന്നിന്റെ അടിയിൽ വരുന്നു എന്നുള്ളത് തെളിയിക്കാനായിട്ടുള്ള ബാധ്യത, നിയമപരമായ ബാധ്യത അക്യൂസ്ഡിന് തന്നെയാണ് എന്നുള്ളതാണ് സെക്ഷൻ 108 പറയുന്നത്. സോ പ്രധാനപ്പെട്ട 3 സെക്ഷനുകളാണ് നമ്മളിപ്പോ ഇവിടെ കവർ ചെയ്തത്. 2 clause 24, 3 clause 1 ആൻഡ് സെക്ഷൻ 108 ഓഫ് ദി BSA. മറ്റേത് രണ്ടും BNS തന്നെ. 108 ഓഫ് ദി BSA. ഇവിടെ എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സച്ച് ബർഡൻ ഈസ് അപ്പോൺ ഹിം ആൻഡ് ദ കോർട്ട് ഷാൽ പ്രസ്യൂം ദി ആബ്സെൻസ് ഓഫ് സച്ച് സർക്കംസ്റ്റാൻസസ് അൺലെസ് അതർവൈസ്. അപ്പൊ അദ്ദേഹം അത് തെളിയിക്കാത്ത പക്ഷം, അല്ലെങ്കിൽ അതിന് തക്കതായ തെളിവുകൾ ഹാജരാക്കാത്ത പക്ഷം കോർട്ട് ഷാൽ പ്രസ്യൂം ദി ആബ്സെൻസ് ഓഫ് സച്ച് സർക്കംസ്റ്റാൻസസ്. അതായത് ഒരു വ്യക്തിയുടെ മേൽ കുറ്റം ചുമത്തപ്പെടുമ്പോ അയാൾക്ക് അനുകൂലമായ ഇത്തരം പ്രത്യേക സാഹചര്യങ്ങൾ ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നായിരിക്കും കോടതി പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത്. അതായത് അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് കുറ്റാരോപിതനായ വ്യക്തി വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്തുന്നത് വരെ
ആ കേസിൽ അത്തരം എക്സെപ്ഷൻസ് ഇല്ല എന്ന് കോടതി പ്രിസ്യൂം ചെയ്യും. അപ്പോ അങ്ങനെ പ്രിസ്യൂം ചെയ്യുന്നതിനെ ഖണ്ഡിക്കാനായിട്ട് അക്യൂസ്ഡ് തന്നെ ഈ പ്രൂഫ്, അതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് അക്യൂസ്ഡിൽ തന്നെയാണ് നിയമം പ്ലേസ് ചെയ്യുന്നത്. സെക്ഷൻ 108. ഒബ്വിയസ്ലി പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു സാധനം കുറ്റം തെളിയിക്കുന്നത് വരെ അക്യൂസ്ഡിനുണ്ട് അനുകൂലമായിട്ട്. പക്ഷെ ജനറൽ എക്സെപ്ഷൻസിന്റെ അണ്ടറിൽ പെടുന്ന കാര്യങ്ങളിലാണ് തന്റെ പ്രവൃത്തി വരുന്നത് എന്ന് അക്യൂസ്ഡ് തെളിയിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ബാധ്യത തന്നെ എന്നാണ് സെക്ഷൻ 108 പറയുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞതുപോലെ അക്യൂസ്ഡ് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ കേസ് ജനറൽ എക്സെപ്ഷനിൽ പെടുന്ന ഒന്നാണ് എന്ന് തെളിയിക്കാനായിട്ടുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളത് ഇരിക്കെ തന്നെ ആ ബാധ്യതയുടെ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എത്രത്തോളം വേണമെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അക്യൂസ്ഡിനെതിരെയുള്ള കേസ് അവർ തെളിയിക്കാൻ എടുക്കുന്ന സ്റ്റാൻഡേർഡിലും വളരെ കുറവായ ഒരു എക്സ്റ്റെന്റ് വരെ മാത്രം തന്റെ പ്രവൃത്തി ജനറൽ എക്സെപ്ഷനിൽ പെടുന്ന ഒന്നാണ് എന്ന് തെളിയിക്കാനായിട്ട് അക്യൂസ്ഡ് എടുത്താൽ മതിയായിരിക്കും എന്നാണ് നിയമം പറയുന്നത്. സോ while the burden of proving the existence of the circumstances that bring a case within the general exception rests on the accused, the standard of proof required is distinctly lower than that demanded of the prosecution. അപ്പോൾ പ്രോസിക്യൂഷന് അക്യൂസ്ഡിനെതിരെയുള്ള കേസ് തെളിയിക്കാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫിലും കുറവാണ് തന്റെ കേസ് ഒരു ജനറൽ എക്സെപ്ഷനിൽ പെടുന്ന ഒന്നാണ് എന്ന് തെളിയിക്കാനായിട്ട് അക്യൂസ്ഡിന് വേണ്ട സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ഇതിന്റെ റീസൺസ് ഒക്കെ എന്തായിരിക്കാം? ഈ പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സ് അക്യൂസ്ഡിനെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇരിക്കെ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കാര്യം കുറെ കൂടി ബുദ്ധിമുട്ടേറിയതാണ് അല്ലെങ്കിൽ പ്രയാസമേറിയതാണ്. പക്ഷെ അക്യൂസ്ഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പ്രിസംപ്ഷൻസും അതേപോലെ നിയമം അനുശാസിക്കുന്ന അത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഇരിക്കെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പ്രോസിക്യൂഷനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി മച്ച് ഈസിയർ പൊസിഷനാണ് നിലവിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉള്ളത്. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഇത്രയേ ഉള്ളൂ. കോടതിയിൽ ഒരു കാര്യം തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് വേണ്ടത്ര സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഭാരം ഈ പറയുന്ന കുറ്റാരോപിതനായ വ്യക്തിക്ക് ആവശ്യമില്ല. കുറ്റം തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ ആവശ്യമായ തെളിവുകളുടെ നിലവാരവും തനിക്ക് ഈ എക്സെപ്ഷൻസിന്റെ ആനുകൂല്യം ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് പ്രതിഭാഗം നൽകേണ്ട തെളിവുകളുടെ നിലവാരവും തമ്മിൽ വളരെ വലിയ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതെങ്ങനെയൊക്കെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. The prosecution's burden. The required standard is beyond reasonable doubt. Now this primary burden never shifts. The prosecution must first establish all the elements of the crime beyond a reasonable doubt before the accused is required to offer a defense. And when we look into the position of the accused burden concerning the general exceptions, we can see that once the prosecution discharges its initial burden, the accused may adopt the defense that their case falls under one or more of the general exception. If they do, the burden is on them to prove it. Now, the standard is preponderance of probability. The accused is not required to prove the exception beyond a reasonable doubt. They simply need to displace the initial legal presumption that such exceptional circumstance did not exist. അപ്പോൾ ശരിക്കും ഇവിടെ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. നമുക്കറിയാം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പർട്ടിക്കുലർ കുറ്റാരോപിതനെതിരെ ഒരു കുറ്റം തെളിയിക്കാനായിട്ട് അദ്ദേഹത്തെ കുറ്റാരോപിതൻ എന്നുള്ള സ്റ്റാറ്റസിൽ നിന്നും മാറ്റി കൺവിക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ബിയോണ്ട് റീസണബിൾ ഡൗട്ട് അദ്ദേഹത്തിനെതിരെയുള്ള അലിഗേഷൻ തെളിയിച്ചിരിക്കണം. അതായത് സംശയാതീതമായിട്ട് കുറ്റാരോപിതനെതിരെയുള്ള കുറ്റം തെളിയിച്ചാൽ മാത്രമേ അദ്ദേഹത്തെ നമുക്ക് കൺവിക്റ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലേക്ക് മാറ്റാനായിട്ട് സാധിക്കൂ. അപ്പോ സംശയങ്ങൾക്ക് ഇടയുണ്ടാകരുത്.
അല്ലെങ്കിൽ റീസണബിൾ ഡൗട്ട്, എല്ലാ സംശയങ്ങളും അല്ല, റീസണബിൾ ആയിട്ടുള്ള ഒരു കേസിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സർക്കംസ്റ്റാൻസസും എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതിന് റീസണബിൾ ആയി നിലനിൽക്കുന്ന ഡൗട്ടുകൾക്കൊക്കെ അതീതമായിട്ട് അക്യൂസ്ഡിന്റെ ഗിൽറ്റ് പ്രൂവ് ചെയ്താൽ മാത്രമേ പ്രോസിക്യൂഷന്റെ ബർഡൻ അവിടെ മാറുകയുള്ളൂ. അതാണ് അവർക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോ അക്യൂസ്ഡിന് ഒബ്വിയസ്ലി എന്ത് ചെയ്താൽ മതി? ആ സംശയം അവിടെ നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അക്യൂസ്ഡിന് അതിന്റെ ബെനിഫിറ്റും കിട്ടും. അപ്പോ ജനറൽ എക്സെപ്ഷൻസ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താണ്, അക്യൂസ്ഡിന് റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഈ ഒരു ബിയോണ്ട് റീസണബിൾ ഡൗട്ട് അല്ല, മറിച്ച് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന നമ്മുടെ സിവിൽ കേസിലൊക്കെ നമ്മൾ കാണുന്ന, സിവിൽ മാറ്റേഴ്സിൽ കാണുന്ന ആ ഒരു കൺസെപ്റ്റ് ആണ്. അതായത് നമ്മളൊരു ത്രാസിൽ ഇങ്ങനെ വെയ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെയിങ് നടത്തുമ്പോൾ, അതായത് ഇങ്ങനെ നമ്മൾ തൂക്കി നോക്കുമ്പോൾ അക്യൂസ്ഡിന്റെ ഫേവറിലായിരിക്കണം കൂടുതൽ, അല്ലെങ്കിൽ അദ്ദേഹം തന്റെ ആ ഒരു പർട്ടിക്കുലർ പ്രവൃത്തി ജനറൽ എക്സെപ്ഷനിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഭാഗത്തേക്കായിരിക്കണം ആ തെളിവുകൾ കൂടുതൽ ചായേണ്ടത്. അപ്പൊ അങ്ങനെ ചായ്ക്കാനായിട്ട് തന്റെ ഭാഗത്തിന് അനുകൂലമായി ആ വെയിറ്റിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അക്യൂസ്ഡിന് സാധിച്ചാൽ മാത്രം മതിയായിരിക്കും തന്റെ കേസ് ജനറൽ എക്സെപ്ഷനിൽ പെടുന്നതാണെന്ന് അക്യൂസ്ഡിന് പ്രൂവ് ചെയ്യാനായിട്ട്. അത്രയും വരെ മതി പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി. സോ ബാലൻസ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് അക്യൂസ്ഡിന്റെ ഫേവറിലാക്കി കഴിഞ്ഞാൽ തന്റെ കേസ് അക്യൂസ്ഡിന് സ്ഥാപിക്കാനായിട്ട് സാധിക്കും. പക്ഷെ പ്രോസിക്യൂഷൻ എന്താണ്, കുറെ കൂടി കൺസിഡറബിളി ലാർജർ ബർഡൻ ആണ് പ്രോസിക്യൂഷന്റെ മേലുള്ളത്. ബിയോണ്ട് എനി റീസണബിൾ ഡൗട്ട്, ന്യായമായ സംശയങ്ങൾക്ക് അതീതമായിട്ട് പ്രോസിക്യൂഷൻ അക്യൂസിനെതിരെയുള്ള കേസ് തെളിയിക്കേണ്ടതായിട്ട് വരും. സോ കമ്പാരിറ്റീവ്ലി പ്രോസിക്യൂഷന്റെ ബർഡൻ ആണ് ഗ്രേറ്റർ അക്യൂസിനെതിരെ കേസ് തെളിയിക്കാനായിട്ട്. അതേസമയം അക്യൂസിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രവൃത്തി ജനറൽ എക്സെപ്ഷൻ ആണെന്ന് തെളിയിക്കാനായിട്ട് കേവലം പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന സിവിൽ മാറ്റേഴ്സിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ധാരാളമായിട്ട് മതിയായിരിക്കും. അല്ലാതെ റീസണബിൾ ആയിട്ടുള്ള ഡൗട്ടിന് അതീതമായിട്ട്, സംശയങ്ങൾക്ക് അതീതമായിട്ട് തന്റെ കേസ് ഒരു ജനറൽ എക്സെപ്ഷനിൽ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ അക്യൂസ്ഡ് ഒരിക്കലും പ്രൂവ് ചെയ്യേണ്ടതായിട്ട് ഇല്ല. അപ്പൊ പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള, പ്രോസിക്യൂഷന് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് നിയമം അനുശാസിക്കുന്ന എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് അവിടെ ഇല്ല എന്നുള്ള എക്സ്റ്റെന്റ് വരെ, അല്ലെങ്കിൽ അതിന് സംശയം വിതയ്ക്കുന്ന തരത്തിലുള്ള തെളിവുകൾ മാത്രം അക്യൂസ്ഡ് തന്റെ ഭാഗത്ത് ഡിഫൻസ് ആയിട്ട് പ്രൂവ് ചെയ്താൽ മതിയായിരിക്കും എന്നുള്ളതാണ് നിയമപരമായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് അക്യൂസ്ഡ് ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്യൂസ്ഡ് എങ്ങനെയാണ് ദ അക്യൂസ്ഡ് ക്യാൻ പ്രൂവ് ദ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ there are two ways, and the first one is through positive and direct evidence, establishing the existence of the exception through direct testimonies or evidence. And the second one is through sufficient material on record, that is by bringing forth enough material, often through cross-examination of the prosecution witness or circumstantial evidence, to cast a doubt on the prosecution's story. Now, this establishes a reasonable possibility that the defense's version of the events existed. The benefit of this doubt naturally goes to the accused. അപ്പോ കുറ്റാരോപിതനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും രണ്ട് രീതികളിലൂടെയാണ് ഈ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി അഥവാ സാധ്യതകളുടെ മുൻതൂക്കം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് തെളിയിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് താൻ ചെയ്ത പ്രവൃത്തി ഈ ജനറൽ എക്സെപ്ഷൻസിന്റെ ഉള്ളിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്നതാണെന്ന് തെളിയിക്കാനായിട്ട് ആവശ്യമായ സാക്ഷികളോ അല്ലെങ്കിൽ മറ്റ് നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള രേഖകളോ ഒക്കെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കുക എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നിലവില് കോടതിയുടെ മുമ്പാകെയുള്ള രേഖകളിൽ, അല്ലെങ്കിൽ എന്താ പറയണ്ടേ, കോടതിക്ക് മുമ്പാകെയുള്ള മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ്സിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഇത് പലപ്പോഴും പ്രോസിക്യൂഷൻ ഹാജരാക്കുന്ന സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള മറ്റ് സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചോ ഒക്കെ പ്രോസിക്യൂഷന്റെ വാദങ്ങളിൽ ഒരു ചെറിയ സംശയം ജനിപ്പിക്കാനായിട്ട് പ്രതിഭാഗം ശ്രമിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലാണ് ഈ സഫിഷ്യന്റ് മെറ്റീരിയൽ ഓൺ റെക്കോർഡ് എന്നുള്ള രീതിയിൽ അക്യൂസ്ഡ് തനിക്ക് അനുകൂലമായിട്ട്
കേസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ സംശയം ജനിപ്പിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എപ്പോഴും ആർക്കാണ്? കുറ്റാരോപിതനായ വ്യക്തിക്ക് തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. സോ അങ്ങനെ ആ ഒരു സ്റ്റാൻഡേർഡിൽ ഈ രണ്ട് മെത്തേഡിലൂടെ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി അക്യൂസ്ഡിന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജനറലി ഇത്രയേ ഉള്ളൂ. ഒരു കേസ് ജനറൽ എക്സെപ്ഷനിൽ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത അക്യൂസ്ഡിനാണ്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഇനി അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷന് അക്യൂസിനെതിരെയുള്ള കേസ് തെളിയിക്കാനുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യേന കുറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ്, ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി മാത്രം മതിയായിരിക്കും അക്യൂസിന്, വൈൽ ദാറ്റ് ഓഫ് ദി പ്രോസിക്യൂഷൻ ഈസ് ബിയോണ്ട് റീസണബിൾ ഡൗട്ട്. സോ നമ്മളിനി ഭാരതീയ ന്യായ സംഹിതയിലെ ജനറൽ എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ സെക്ഷനുകളിലേക്കായിട്ട് കടക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ഹെഡാണ്. ഞാൻ ക്ലാസ് തുടങ്ങിയ സമയത്ത് സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഈ ജനറൽ എക്സെപ്ഷൻസിനെ നമുക്ക് പ്രധാനമായിട്ടും 8 ഹെഡുകളായിട്ട് തിരിക്കാം. 8 ഹെഡുകളും 2 ഗ്രൂപ്പുകളുമായിട്ടും. അതിൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എക്സ്ക്യൂസബിൾ ആൻഡ് ജസ്റ്റിഫയബിൾ എക്സെപ്ഷൻസ് എന്നുള്ള രീതിയിൽ രണ്ടായിട്ടും, 8 ഹെഡുകൾ എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഹെഡ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതില് സെക്ഷൻ 14ഉം 17ഉം ആണ് വരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 14 ആണ്. സോ സെക്ഷൻ 14 ആൻഡ് 17 ഓഫ് ദി BNS incorporate the common law principle of ignorantia facti doth excusat, ignorantia juris non excusat. That is, ignorance of fact excuses, while ignorance of law does not excuse. Now, the justification for exemption on the ground of mistake of fact and ignorance of fact is based on the principle that a man who is mistaken or ignorant about the existence of a fact cannot form the necessary intention to constitute a crime, and is therefore not responsible in law for his deeds. Thus, a bona fide belief in good faith in the existence of facts, which, if they do exist, would make an act innocent in law. On the other hand, mistake of law is no defense, since every man is presumed to know the law and hence responsible in case of its breach. Now, there is a fine distinction between ignorance of fact and mistake of fact. The former implies a total want of knowledge in reference to the subject matter, whereas the latter admits a knowledge but implies a wrong conclusion. However, the distinction has not been recognized in general and taken to mean one and the same thing. നമ്മൾ IPC പഠിച്ചപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ BNS പഠിക്കുമ്പോൾ നമ്മൾ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ഏരിയ ഡീൽ ചെയ്യുമ്പോൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലീഗൽ മാക്സിമാണ് ഇഗ്നോറൻഷ്യ ഫാക്ടി ഡോത്ത് എക്സ്ക്യൂസാറ്റ്, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ്. അതായത് ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് എക്സ്ക്യൂസ്ഡ് വൈൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എക്സ്ക്യൂസബിൾ. ഇവിടെ നമ്മൾ ഇഗ്നോറൻസ് അതുപോലെ തന്നെ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ടേംസ് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ബേസിക്കലി അതിന്റെ രണ്ടിന്റെ അർത്ഥം ഒന്നല്ല. പക്ഷെ അതിന് വലിയ എഫക്റ്റ് ഒന്നുമില്ല, കാരണം രണ്ടും ഒരേ മീനിങ്ങിൽ തന്നെയാണ്, അല്ലെങ്കിൽ രണ്ടിനും ഒരേ ലീഗൽ കോൺസിക്വൻസ് തന്നെയാണ് സെക്ഷൻ 14ന്റെ 17ന്റെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ഇഫ് ഇറ്റ് ഈസ് കൺസേണിങ് എ ഫാക്ട്, എ പർട്ടിക്കുലർ ഫാക്ട്, mistake of fact or the ignorance of fact is always excusable, while that of law is not excusable. പക്ഷെ എങ്കിലും നമ്മൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അറിവില്ലായ്മ, പൂർണ്ണമായിട്ടുള്ള അറിവില്ലായ്മ. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫാക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചില വസ്തുതകളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന അറിവില്ലായ്മ. അതേസമയം മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചില പർട്ടിക്കുലർ വസ്തുതകളുമായി ബന്ധപ്പെട്ട് അതിനെ മനസ്സിലാക്കുന്നതിൽ ആ കൺസേൺഡ് വ്യക്തിക്ക് പറ്റുന്ന തെറ്റ്.
അപ്പൊ ഇഗ്നോറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പൂർണ്ണമായിട്ടുള്ള അറിവില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒന്നും, അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളെ പറ്റിയിട്ട് പൂർണ്ണമായ ധാരണയില്ലായ്മയെ സൂചിപ്പിക്കുന്ന ഒരു ടേമും, അതേസമയം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൺസേൺഡ് വ്യക്തിക്ക് ചില അറിവൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അയാൾ എത്തിച്ചേർന്ന നിഗമനം അല്ലെങ്കിൽ അദ്ദേഹം എത്തിച്ചേരുന്ന കൺക്ലൂഷൻ അല്ലെങ്കിൽ അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത് തെറ്റായ ഒരു രീതിയിലായിരിക്കും. സോ അവിടെ അറിവിന്റെ ചെറിയൊരു അംശമുണ്ട്. അപ്പോ പൂർണ്ണമായ അറിവില്ലായ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക്, ഒരു തെറ്റായിക്കോട്ടെ, രണ്ടും ആസ് ഫാർ ആസ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ആസ് ഫാർ ആസ് ഫാക്ട്സ് ആർ കൺസേൺഡ്, വസ്തുതകളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മിസ്റ്റേക്ക് ആസ് വെൽ ആസ് ഇഗ്നോറൻസ് ഈസ് എക്സ്ക്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 14 and 17, while that of law is not excusable. അപ്പോൾ മിസ്റ്റേക്കും അതുപോലെ തന്നെ ഇഗ്നോറൻസ് എന്ന് പറയുന്നതും ഇന്റർചേഞ്ചബിളി ഉപയോഗിക്കാം. നിയമപ്രകാരം രണ്ടിനെയും ഒന്ന് തന്നെ ആയിട്ടാണ് സാധാരണയായിട്ട് പരിഗണിക്കുന്നത്. സോ Section 14 and 17 of the BNS deals with mistake of fact. അതായത് ഈ രണ്ട് സെക്ഷനുകളുടെയും കാര്യത്തിൽ ഒരു വസ്തുത അറിയാത്തത് കൊണ്ടോ, ഒരു ഫാക്ട് അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ പറ്റുന്ന തെറ്റുകൾ കൊണ്ടോ ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിയമം അദ്ദേഹത്തിന് ചില ഇളവുകൾ നൽകും. ഇങ്ങനെ വസ്തുതാപരമായ കാര്യങ്ങളിൽ വ്യക്തികൾ വരുത്തുന്ന തെറ്റുകൾക്ക് നിയമം എന്തിനാണ് ഇത്തരത്തിലൊരു സംരക്ഷണം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവില്ലെങ്കിലോ, അല്ലെങ്കിൽ അയാൾ അത് തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലോ, അയാൾക്ക് അവിടെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനാവശ്യമായ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു മെന്റൽ എലമെന്റ്, ആ ഒരു മെൻസ്രിയയുടെ ഭാഗമായിട്ടുള്ള ഉദ്ദേശം, ഒരു ഇന്റൻഷൻ അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോ കുറ്റം ചെയ്യണമെന്ന ഉദ്ദേശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ ചെയ്ത പ്രവൃത്തികൾക്ക് നിയമപരമായി അയാളെ ആക്കാനും പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഫാക്ട് അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ വരുത്തുന്ന തെറ്റുകൊണ്ടോ ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ലീഗൽ എഫക്റ്റ് എന്താണ്? താൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെയും യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ലാതെയും ഒരാൾ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കുമോ അതേ എഫക്റ്റ് തന്നെയാണ് ഇങ്ങനെ ആ ഫാക്ട് പൂർണ്ണമായും അറിവില്ലാതെയോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിൽ വരുത്തുന്ന തെറ്റുമൂലമോ ഒരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാനായിട്ടാണെങ്കിൽ, എന്റെയും എൻ്റെ ഒരു സുഹൃത്തിന്റെ കയ്യിലും ഐഡന്റിക്കൽ ആയിട്ടുള്ള രണ്ട് പോപ്പി കുട ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജോൺസന്റെ കുട, എന്തെങ്കിലും ഒരു കുട ഉണ്ട്, രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള കുടകളുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ മഴ പെയ്യുന്ന സമയം ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കുട എടുത്തിട്ട് ഞാൻ പോവുകയാണ്, എന്റെ കുടയാണെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടി ഞാൻ പോവുകയാണ്. പക്ഷെ ആക്സിഡന്റലി എന്റെ കുടയോട് ഐഡന്റിക്കലായ എന്റെ സുഹൃത്തിന്റെ കുട എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ അദ്ദേഹം ചിലപ്പോൾ എവിടെയെങ്കിലും ആയിട്ട് അദ്ദേഹത്തിന്റെ പേര് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കാം. സബ്സിക്വന്റ് ആയിട്ട് അദ്ദേഹം അത് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് അവിടെ കാണുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ കുടയാണ്. പക്ഷെ അവിടെ ഒരിക്കലും തെഫ്റ്റിനുള്ള ലയബിലിറ്റി എനിക്ക് വരത്തില്ല. കാരണം എന്താണ്, അവിടെ ബേസിക് ഫാക്ട് അല്ലെങ്കിൽ എന്റെ കുടയാണ് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ഞാൻ അത് എടുക്കുമ്പോൾ മറ്റേ ആളുടെ കുടയാണ് അത് എന്ന് എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. ആൻഡ് ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു എ വെരി എസെൻഷ്യൽ ഫാക്ട്. ദാറ്റ് ഈസ് ആ കുടയുടെ ഡിസ്ക്രിപ്ഷനെ അല്ലെങ്കിൽ ആ കുടയെ സംബന്ധിച്ച് വളരെ അടിസ്ഥാനപരമായ ഫാക്ച്വൽ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഞാൻ അവിടെ കമ്മിറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ബോണഫൈഡ് ആയിട്ട് ഗുഡ് ഫെയ്ത്തിൽ ഞാൻ ബിലീവ് ചെയ്യുന്ന എന്താണ്, അത് എന്റെ കൂടെ തന്നെയാണ് എന്നുള്ളതാണ്. സോ അപ്പം രണ്ടിനും സെയിം കോൺസിക്വൻസ് ആണ് എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. അതായത് ഒരു വസ്തുത പൂർണ്ണമായ അറിവോടുകൂടി അല്ലാതെയോ അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നതിൽ വരുത്തുന്ന എന്തെങ്കിലും തെറ്റുമൂലമോ ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുമ്പോൾ, ബോണഫൈഡ് ആയിട്ട് ഒരു പ്രവൃത്തി ഒരു വ്യക്തി ചെയ്യുമ്പോൾ എങ്ങനെയാണോ
താൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി ഒരു വ്യക്തി പെരുമാറുന്നത് അതേ സ്റ്റാറ്റസ് തന്നെ ആയിരിക്കും ഈ ഫാക്റ്റിൽ ഒരു മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ പ്രവർത്തനത്തിനും നമ്മൾ അക്കോർഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് നിയമത്തില് ഒരു തെറ്റ് വരുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമം അറിയില്ല എന്ന് ഒരു ഒഴിവൊഴിവ് പറഞ്ഞുകൊണ്ട് തടിയൂരാനായിട്ട് യാതൊരു തരത്തിലും വ്യക്തികൾക്ക് സാധിക്കില്ല എന്നുള്ളതും ഇതിന് മറുവശമായിട്ട് അവിടെ ഉണ്ട്. കാരണം എന്താണ്? ഒരു രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ വ്യക്തികളും അവിടുത്തെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ലീഗലി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രിസംഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എക്സംഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ കോൺസിക്വൻസസ്? സകലമാന ആളുകളും തങ്ങൾക്ക് നിയമം അറിയില്ല, അതുകൊണ്ടാണ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായത് എന്നുള്ള തരത്തില് ഒരു ഡിഫൻസ് ക്ലെയിം ചെയ്യും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ജനറൽ മാക്സിമിന്റെ ആപ്ലിക്കബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് സെക്ഷൻ 14 എന്താണെന്നുള്ളത് നോക്കാം. ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ബൗണ്ട് ഓർ ബൈ മിസ്റ്റേക്ക് ഓഫ് ആക്ട് ബിലീവിംഗ് ഹിംസെൽഫ് ബൗണ്ട് ബൈ ലോ. നത്തിങ് ഈസ് ആൻ ഒഫൻസ് which is done by a person who is or who by reason of a mistake of fact and not by reason of a mistake of law in good faith believes himself to be bound by law to do it. Now section 14 deals with two classes of cases wherein a person is excused from criminal liability on the ground of mistake of fact. That is, when a person is bound by law to do something and does it. When a person believes in good faith owing to a mistake of fact and not a mistake of law, that is, he is bound to do something and does it. അപ്പോ സെക്ഷൻ 14 എന്താണ്? നിയമപ്രകാരം ഒരു കാര്യം ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായ ഒരാള് അത് ചെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ പറ്റിയ ഒരു തെറ്റ് മൂലം താൻ അത് ചെയ്യാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന നിയമപരമായ സംരക്ഷണത്തെ കുറിച്ചാണ് സെക്ഷൻ 14 പറഞ്ഞിട്ടുള്ളത്. അപ്പോ താൻ ചെയ്യാനായിട്ട് ബാധ്യസ്ഥനായ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നതെന്ന പൂർണ്ണമായ വിശ്വാസത്തോടെയും യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശവും ഇല്ലാതെയും ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് നിയമത്തിന് മുന്നിൽ ഒരു കുറ്റകൃത്യമായി കണക്കാക്കില്ല എന്നാണ് സെക്ഷൻ 14 വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് നമ്മൾ എടുത്തു പറയുന്നത് പോലെ അല്ലെങ്കിൽ എടുത്തു പറഞ്ഞതുപോലെ ഈ മാക്സിമിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ തന്നെ ആ കേസിന് അടിസ്ഥാനമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വസ്തുതകളോ അല്ലെങ്കിൽ അവ മനസ്സിലാക്കുന്നതിലെ തെറ്റുകളോ മൂലമായിരിക്കണം, അല്ലാതെ നിയമം അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിയമം മനസ്സിലാക്കിയതിലെ തെറ്റ് മൂലമോ ആയിരിക്കരുത്. അത് സെക്ഷനില് അതിന്റെ 2ാമത്തെ ലിമ്പിൽ എടുത്തു പറയുന്നുണ്ട്. നോട്ട് ബൈ റീസൺ ഓഫ് മിസ്റ്റേക്ക് ഓഫ് ലോ and he must in good faith believe himself to be bound by law to do it. അപ്പൊ ഇതിന് കൂടുതൽ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുമ്പോൾ സെക്ഷൻ 14 പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ക്രിമിനൽ ബാധ്യതയിൽ നിന്നും എക്സ്ക്ലൂഷൻ അല്ലെങ്കിൽ ഒഴിവായി പോകാനായിട്ടുള്ള ഒരു സംരക്ഷണം കിട്ടുന്നത്. ഇതിൽ ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തി നിയമപ്രകാരം ഒരു കാര്യം ചെയ്യാനായിട്ട് പൂർണ്ണമായി ബാധ്യസ്ഥനായിരിക്കുകയും ആ വ്യക്തി അത് കൃത്യമായി ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇല്ലുസ്ട്രേഷൻ വായിക്കുമ്പോൾ ഇത് കൂടുതൽ വ്യക്തമാകും. 2ാമത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ പറ്റുന്ന തെറ്റുമായി ബന്ധപ്പെട്ടത്. എന്താണ്? നിയമം എന്താണെന്ന് ആ വ്യക്തിക്ക് കൃത്യമായി അറിയാമെങ്കിലും ആ പ്രത്യേക സാഹചര്യത്തിലെ ഫാക്ട്സ് മനസ്സിലാക്കുന്നതിൽ ഒരു അബദ്ധം പറ്റിപ്പോവുകയും
അതുമൂലം താൻ ഈ കാര്യം ചെയ്യാനായിട്ട് നിയമപരമായി ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം യാതൊരു ദുരുദ്ദേശവും കൂടാതെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലും ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റകരമല്ല എന്നാണ് ഈ വകുപ്പ് ഉറപ്പു നൽകുന്നത്. സോ ആക്ട് ബൈ എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ലോ. അപ്പൊ നിയമപ്രകാരം ബൗണ്ടായ ഒരു പർട്ടിക്കുലർ ആക്ട് ചെയ്യാനായിട്ട് ബൗണ്ടായ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ട്സിനെ മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചു പോയ മിസ്റ്റേക്ക് കൊണ്ട് താൻ നിയമപ്രകാരം അത് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്ന രീതിയിൽ വിശ്വസിച്ച് യാതൊരു ദുരുദ്ദേശവും കൂടാതെ സതുദ്ദേശത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ കേസ്. ഈ രണ്ട് കേസുകളാണ് സെക്ഷൻ 14 വരുന്നത്. ആക്ട് ബൈ എ പേഴ്സൺ ബൗണ്ട് ബൈ ലോ ഓർ ബൈ എ പേഴ്സൺ ഹൂ ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് leaves himself to be bound by law. അപ്പൊ നമുക്കിനി ഇതിന്റെ ഇല്ലുസ്ട്രേഷൻസ് നോക്കാം. ഇല്ലുസ്ട്രേഷൻസിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്നത് സെക്ഷൻ 14 ഇല്ലുസ്ട്രേഷൻസ് ആയിട്ട് BNS തന്നെ കൊടുത്തിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരു വേറെ ആക്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ട് പഠിക്കുമ്പോൾ അതിന്റെ പ്രൊവിഷൻസ് റെഫർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇല്ലുസ്ട്രേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമ്മൾ വായിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. അറ്റ്ലീസ്റ്റ് മിനിമം നമ്മൾ ഒരു വട്ടമെങ്കിലും അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ബെയർ റീഡിങ്ങിൽ പല കാര്യങ്ങളും നോർമലായിട്ട് തോന്നാവുന്നത്, അതായത് ഇന്ന രീതിയിൽ ആപ്ലിക്കബിൾ ആയേക്കാം, ഇത് ചിലപ്പോൾ ഈ സിനാരിയോയിൽ ആപ്ലിക്കബിൾ ആകാം അല്ലെങ്കിൽ അല്ല എന്ന് തോന്നാവുന്നത് പല സാഹചര്യങ്ങളിലും ഇല്ലുസ്ട്രേഷൻസിൽ കൊടുക്കുമ്പോൾ നേർ വിപരീതമായിട്ട് ആപ്ലിക്കബിൾ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത്. അപ്പം ആ ഇല്ലുസ്ട്രേഷനിൽ അതിനുള്ള എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള റീസണിങ്ങും അതിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ബേസിക്കലി പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഇല്ലുസ്ട്രേഷൻസിനെ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഓർഡിനറി മാൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് തെറ്റിപ്പോവാം. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു വട്ടമെങ്കിലും ഈ ഇല്ലുസ്ട്രേഷൻസ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇവിടെ ആക്ടിലെ തന്നെ 2 ഇല്ലുസ്ട്രേഷൻസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇല്ലുസ്ട്രേഷൻസ് മാക്സിമം റെഫർ ചെയ്ത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ആവുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് കവർ ചെയ്ത് പോവാം. എങ്കിലും ക്ലാസിന്റെ ബ്രെവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എല്ലാ ഇല്ലുസ്ട്രേഷൻസും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ടിലുള്ള ഇല്ലുസ്ട്രേഷൻസ് ജസ്റ്റ് ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇവിടെ ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് എ സോൾജിയർ fires on a mob by the order of his superior officer in conformity with the commands of law. A has committed no offense. Now illustration A appended to section 14 explains the first proposition of the section, wherein a soldier who fires on a mob by the order of his superior officer in conformity with the commands of law is exempted from criminal liability. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഇല്ലുസ്ട്രേഷനിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ സെക്ഷൻ 14 ആ ഒരു ആദ്യത്തെ പാർട്ടിൽ കൊടുത്തിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു സംതിങ്. അപ്പൊ നിയമപരമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ചെയ്യുന്ന ആ പ്രവൃത്തിയിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന എക്സെപ്ഷൻ, അതാണ് നമുക്ക് ആദ്യത്തെ പാർട്ടിൽ സെക്ഷൻ 14 കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോൾജർ, ഒരു പട്ടാളക്കാരൻ തന്റെ മേലധികാരിയുടെ ഓർഡർ പ്രകാരം, നിയമപരമായ ഓർഡർ പ്രകാരം, അപ്പം ഇങ്ങനെ ഇപ്പൊ ഒരു വെടിവെപ്പ് നടത്തുമ്പോൾ അതിന് ഓർഡർ ഇടാൻ അധികാരമുള്ള വ്യക്തി തന്നെയാണോ ഓർഡർ ഇട്ടിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഒബ്വിയസ്ലി അത് ആ ഹൈറാർക്കി വെച്ചിട്ട് അവർക്ക് ഡിപ്പാർട്ട്മെന്റിലായിട്ട് അറിയായിരിക്കും ആർക്കാണ് അതിനുള്ള അധികാരമെന്ന്. അല്ലാത്തവര് അങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാല്, ഈ പട്ടാളക്കാരുടെ കാര്യത്തിലല്ല, പോലീസുകാരുടെ കാര്യമൊക്കെ വരുമ്പോൾ ആർക്കാണ് ഇങ്ങനെ ആംസ് ഈ രീതിയിൽ കമാൻഡ് ചെയ്യാനുള്ള അധികാരം നമുക്ക് അവർക്ക് ഹൈറാർക്കിയിൽ അറിയായിരിക്കും. അപ്പോൾ പർട്ടിക്കുലർ ആക്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇന്റേണൽ മെഷീനറി വെച്ചിട്ടോ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയാവുന്ന നിയമം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം അങ്ങനെ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി ഹൈറാർക്കിക്ക് വെളിയിലുള്ള ഒരാൾ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ഒരാൾ കൊടുക്കുന്ന ഓർഡർ പ്രകാരം വെടിവെച്ച് കഴിഞ്ഞാൽ ഈ എക്സംഷൻ കിട്ടില്ല. കാരണം അവിടെ മിസ്റ്റേക്ക് ഓഫ് ലോ ആണ് വരുന്നത്. അതൊരു ഇല്ലീഗൽ ഓർഡർ ആണ്, വിച്ച് ഇസ് അഫ്കോഴ്സ് നോ ഓർഡർ അറ്റ് ഓൾ, അല്ലെങ്കിൽ അതൊരു നള്ളിറ്റി ആണ്. ഈ കേസിൽ വിത്തിൻ ദ കമാൻഡ്സ് ഓഫ് ലോ, അതായത് നിയമപരമായിട്ട് അങ്ങനെ ഓർഡർ ഇടാൻ അധികാരമുള്ള ഒരു സുപ്പീരിയർ ഓഫീസർ കൊടുക്കുന്ന ഓർഡറിന് പ്രകാരം ഒരു സബോർഡിനേറ്റ് ഓഫീസർ ഒരു മോബിലേക്ക്, ഒരു വയലന്റ് ആയിട്ടുള്ള മോബിലേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ആ സാഹചര്യത്തിൽ ആ ഒരു ആൾക്കൂട്ടത്തിലേക്ക് ഒരു വെടിയുതിർക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇവിടെ യാതൊരു തരത്തിലുള്ള ഒഫൻസും ചെയ്തതായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നാണ് ഇല്ലുസ്ട്രേഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് ആ ഫസ്റ്റ് ലിംബ്, ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ലോ ടു ഡു സംതിങ്. അപ്പൊ നിയമപരമായിട്ട് അദ്ദേഹം ഇതൊരു വാലിഡ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ബാധ്യസ്ഥരാണ് ഈ പട്ടാളക്കാരൻ ഇങ്ങനെ സുപ്പീരിയർ ഓഫീസറിന്റെ കമാൻഡിന് വെടിയുതിർക്കാനായിട്ട്. സോ അതാണ് ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്. നൗ സെക്കൻഡ് ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്, an officer of a court of justice being ordered by that court to arrest Y, and after due enquiry believing Z to be Y, arrest Z. A has committed no offense. Now illustration B attached to the section expresses the second proposition. It says that arresting Z in the place of Y, for whose arrest in fact no warrant of arrest was issued, does not make the arresting officer guilty of the offense of wrongful confinement. It was only after making reasonable inquiries and on well-founded grounds, and after being convinced that Z was the person to be taken into custody, the police officer arrested him. The police officer believed in good faith that he was bound by law to arrest Y because of the direction of the court to arrest him. Had the facts been what were supposed by the police officer, the arrest would have been legal. Under the circumstances, the police officer honestly believed by reason of a bona fide mistake of fact that he arrested Y, so he would be protected by section 14 of the BNS. അതായത് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സെക്ഷൻ 14 തന്നെ രണ്ടാമത്തെ പാർട്ടാണ്. അതായത് ബൈ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ബിലീവിങ് ഹിംസെൽഫ് ടു ബി ബൗണ്ട് ബൈ ലോ. അപ്പോ വസ്തുതാപരമായുള്ള എന്തെങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കുന്നതിൽ വന്ന തെറ്റുമൂലമോ അല്ലെങ്കിൽ അത് അറിയുന്നതിൽ വന്ന തെറ്റുമൂലമോ വന്നിട്ടുള്ള ഒരു അദ്ദേഹം വിചാരിക്കുകയാണ് താൻ നിയമപരമായിട്ട് ഇന്ന പ്രവൃത്തി ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത്. ഇപ്പൊ ഈ എക്സാമ്പിൾ അതിനൊരു, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ അതിനൊരു ക്ലിയർ എക്സാമ്പിൾ ആണ്. കാരണം എന്താണ്, ഇവിടെ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഓഫീസറോട് ഉത്തരവിടുകയാണ് വൈയെ അറസ്റ്റ് ചെയ്യാനായിട്ട്. കൃത്യമായിട്ടുള്ള എൻക്വയറി ഒക്കെ നടത്തി ആള് ഇന്നതാണെന്ന് അഫേം ചെയ്യാനുള്ള മറ്റു നടപടികളൊക്കെ സ്വീകരിച്ചതിന് ശേഷം ഇസഡ് എന്ന് പറയുന്ന വ്യക്തിയെ വൈ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസഡിനെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ ഈ രീതിയിൽ ഇസഡിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റോങ്ഫുൾ കൺഫൈൻമെന്റിനോ അല്ലെങ്കിൽ ഇല്ലീഗൽ അറസ്റ്റിനോ ഒന്നും എക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ഇസഡിന് സാധിക്കില്ല. കാരണം എന്താണ്, ലോഫുൾ ആയിട്ടുള്ള ഒരു കോർട്ട് ഓർഡർ പ്രകാരം താൻ നിയമപരമായി ബാധ്യസ്ഥനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ, അതായത് വൈ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യുവാൻ എന്നുള്ളതിരിക്കെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എ പ്രവർത്തിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ അസർട്ടൈൻ ചെയ്ത് വൈ എന്ന് പറയുന്ന വ്യക്തി, ഇസഡ് എന്ന് പറയുന്ന വ്യക്തി വൈ ആണെന്നുള്ള ധാരണയോടുകൂടിയാണ് എ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വ്യക്തികൾ തമ്മിലാണ്, ഞാൻ ആദ്യം പറഞ്ഞ ആ കൊടയുടെ എക്സാമ്പിൾ പോലെ, വ്യക്തികൾ തമ്മിൽ തിട്ടപ്പെടുത്തുന്നതിൽ വന്ന ഒരു വീഴ്ച മൂലം, ആ ഒരു മിസ്റ്റേക്ക് മൂലമാണ് ഇസഡിനെ വൈക്ക് പകരം എ അറസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു കേവലം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എന്നാണ് ഇല്ലുസ്ട്രേഷൻ ബിയിൽ പറയുന്നത്. സോ ഇത് രണ്ടും വളരെ നല്ല എക്സാമ്പിൾസ് ആണ്. നമുക്ക് ആ പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊവിഷന്റെ രണ്ട് ആ ഭാഗങ്ങൾ, ആക്ട് ഡൺ ബൈ എ പേഴ്സൺ ഹു ഈസ് ബൗണ്ട് ബൈ ലോ and act done by a person who by mistake of fact believing himself to be bound by law. രണ്ട് കേസും നമുക്ക് ക്ലിയർ ആയിട്ട്
മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പ്രധാനപ്പെട്ട കേസ് ലോകളാണ് റെഫർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ഡിസിഷൻസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതൊന്ന് റെഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. Now, mistake of fact or ignorance of fact under common law is generally treated as a defense, provided that it was one of fact and provided that had the facts been as the accused supposed, he would have had a defense to the crime with which he is charged. That this ethical principle has long been expressed in criminal law is apparent from an early 17th century case, that is R versus Levitt. The accused in this case was held not to have been guilty of unlawful homicide when he killed a woman who was a friend of his servant who was hiding behind a curtain in his house, mistakenly believing her to be a burglar. This may be called a case of pure mistake because he did it ignorantly with no intention of killing the woman, but rather of killing a burglar. അപ്പോ ബേസിക്കലി എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്? കോമൺ ലോയുടെ കീഴിലും ഒരു ജനറലി ഇറ്റ് വാസ് കൺസിഡേർഡ് എ ഗുഡ് ഡിഫൻസ്. നമുക്ക് ഇതിനോടകം അത് വ്യക്തമായിട്ട് മനസ്സിലായി. ഇപ്പോ അക്യൂസ്ഡ് വിചാരിച്ചതുപോലെ ആയിരുന്നു ആ ഫാക്ട് എങ്കിൽ യഥാർത്ഥത്തിൽ അക്യൂസ്ഡ് വിചാരിച്ചത് എന്താണോ അദ്ദേഹത്തിന് അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി, അതുകൊണ്ടാണല്ലോ നമ്മൾ എക്സംഷൻ കൊടുക്കുന്നത്. മറിച്ച് അദ്ദേഹം വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു ആ ഫാക്ട് എങ്കിൽ എങ്ങനെയായിരിക്കുമോ കേസ് മുന്നോട്ട് പോകുക, അതേ രീതിയിൽ തന്നെ ആ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പ്രൊവൈഡഡ് ദാറ്റ് ഇറ്റ് ഈസ് വൺ വിച്ച് ഈസ് റിലേറ്റഡ് ടു എ ഫാക്ട്, ഇപ്പൊ മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആണ് എന്നുണ്ടെങ്കിൽ അക്യൂസ്ഡിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ആർ വേഴ്സസ് ലെവറ്റ് ആണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. കാരണം എന്താണ്, ഇവിടെ ഒരു വ്യക്തിയുടെ വീട്ടില് ഒരു വുമൺ നിൽക്കുകയാണ്. ഒരു അദ്ദേഹത്തിന്റെ സെർവന്റിന്റെ ഒരു ഫ്രണ്ടോ മറ്റോ ആണെന്നാണ് നമുക്ക് കേസിന്റെ ഫാക്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അവര് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി നോക്കുമ്പോൾ ഒരു കർട്ടന്റെ പുറകിൽ അവർ ഒളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ കാലോ മറ്റോ വെളിയിലുണ്ടായിരുന്നിരിക്കാം. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഒരു വ്യക്തി കർട്ടന്റെ പുറകിൽ ഒളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു കള്ളനാണോ അല്ലെങ്കിൽ ഒരു ബർഗ്ലർ ആണോ എന്നുള്ളൊരു ഡൗട്ട് ഈ കേസിൽ അക്യൂസ്ഡിന്റെ മനസ്സിൽ ജനിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആ വ്യക്തിക്ക് നേരെ വെടിയുതിർക്കുകയാണ്. അപ്പൊ അതിലൂടെ ആ ഒരു പ്രവൃത്തിയിലൂടെ ഈ പ്രസ്തുത വ്യക്തി വുമൺ മരിക്കുകയാണ്. അപ്പൊ ഇവിടെ അക്യൂസ്ഡ് കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ളതില് കുറ്റക്കാരനല്ല എന്ന രീതിയിലാണ് കോടതി വിധിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ ഒരു പ്യുവർ മിസ്റ്റേക്ക് ആണ് നടന്നിരിക്കുന്നത്. തന്റെ പ്രോപ്പർട്ടിയുടെ സംരക്ഷണത്തിനായിട്ട് ബർഗ്ലർ എന്ന് പറയുന്ന ആ ഒരു ബർഗ്ലറെ, അദ്ദേഹം കർട്ടന്റെ പുറകിലാണ് നിൽക്കുന്നത്, അദ്ദേഹം ആയുധധാരിയാണോ അല്ലയോ എന്നൊന്നും അറിയാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അപ്പോ അന്നേരം ആ സിറ്റുവേഷനിൽ ഉണ്ടായ പാനിക് മൂലം തന്റെ പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ തന്റെ സെൽഫിനെ ഒക്കെ എന്താണ് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വെടിയുതിർക്കുകയാണ്. അപ്പോ ആ വെടികൊണ്ട സ്ത്രീ മരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ സ്ത്രീയാണെന്നും ഒരു തന്റെ സർവന്റിന്റെ ഫ്രണ്ട് ആണെന്നും ഒക്കെ ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. സോ ഇവിടെ അതൊരു യഥാർത്ഥ ബർഗ്ലർ ആയിരുന്നെങ്കിൽ എന്തായിരിക്കുമോ കോൺസിക്വൻസസ്, അതേ കോൺസിക്വൻസസ് തന്നെയായിരിക്കും ഈ കേസിലും വരുന്നത്. സോ അതൊരു മർഡർ ആയിട്ട് മാറുകയില്ല. ഇവിടെ അക്യൂസ്ഡിന് ഡിഫൻസ് കിട്ടും എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. സോ അതാണ് ആദ്യത്തെ കേസ്. ഇനി എന്താണ്, ദാറ്റ് മിസ്റ്റേക്ക് മസ്റ്റ് ബി റീസണബിൾ. അപ്പൊ അത് ന്യായമുള്ള ഒന്നായിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ടു ബി എ ഡിഫൻസ് and gains support from the decision in the leading case of R versus Tolson. Now, Miss Tolson was charged with bigamy for contracting a second marriage during the lifetime of her former husband. She was acquitted on the grounds that she believed in good faith and on reasonable grounds that her husband had died prior to the time of her second marriage. Miss Tolson married Mr. Tolson in 1880. After a year, he deserted her in 1881. On inquiries made by her father and others, she was led to believe that her husband had been drowned in a vessel bound for America, which went down with all hands, that is all persons on board. And in 1887,
Miss Tolson, supposing herself to be a widow, contracted a second marriage with another man. The circumstances were well known to the second husband, and the ceremony was in no way concealed. The intent to commit bigamy was held to be negatived by a majority of 5 to 9 judges by the accused's mistaken belief in the death of her husband. അപ്പോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് മിസ്റ്റേക്ക് മസ്റ്റ് ബി റീസണബിൾ. ന്യായമായ ഒരു അബദ്ധമായിരിക്കണം അവിടെ പറ്റിയിരിക്കുന്നത്. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് ഈ ആർ വേഴ്സസ് ടോൾസൺ എന്ന് പറയുന്ന കേസ്. ഇവിടെ മിസ് ടോൾസൺ കല്യാണം കഴിക്കുന്നത് 1880-ലാണ്. ശേഷം ഒരു വർഷത്തിനപ്പുറം അദ്ദേഹം ഈ മിസ്റ്റർ ടോൾസൺ ഇവരെ ഉപേക്ഷിച്ച് പോവുകയാണ്, ഡെസേർട്ട് ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ പോയതിനു ശേഷം ഇവര് നടത്തുന്ന അന്വേഷണത്തിൽ ഇവരും പല വ്യക്തികളിലൂടെ, അവരുടെ അച്ഛൻ ഉൾപ്പെടെയുള്ള വ്യക്തികളിലൂടെ അന്വേഷണം നടത്തുമ്പോൾ ഈ മിസ്റ്റർ ടോൾസൺ ഒരു കപ്പൽ യാത്രക്കിടെ, അമേരിക്കയിലേക്ക് പുറപ്പെട്ട ഒരു കപ്പൽ യാത്രക്കിടെ ആ കപ്പല് മുങ്ങുകയും കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും മുങ്ങി മരിക്കുകയും ചെയ്തു എന്ന വിവരമാണ് അവർക്ക് കിട്ടുന്നത്. പിന്നെ ഫർദർ അവര് വെയിറ്റ് ചെയ്തു. ഏകദേശം ഒരു 7 വർഷത്തോളം, 1880 മുതൽ 87 വരെ അവര് വെയിറ്റ് ചെയ്ത്. അപ്പോ ലീഗലി അദ്ദേഹം പ്രൊണൗൺസ്ഡ് ഡെഡ് ആകാറായിരുന്നു. അപ്പൊ ആ സമയമായപ്പോ ഇനി ഹോപ്പ് ഒന്നുമില്ല. അപ്പം 1887 മിസ് ടോൾസൺ പുതിയ ഒരാളെ കല്യാണം കഴിക്കുകയാണ്. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് ആ തന്റെ പുതിയ സെക്കൻഡ് ഹസ്ബൻഡിനോട് എല്ലാ വിവരവും ഇവര് തുറന്നു പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ മാരേജ് സെറിമണി ഓപ്പൺ ആയിട്ടുള്ള ഒരു സെറിമണി ആയിട്ടായിരുന്നു നടത്തിയിരുന്നത്. യാതൊരു തരത്തിലും ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ ആരിൽ നിന്നും മറച്ചു വെക്കത്തക്ക രീതിയിലോ ഒന്നുമല്ല ഇത് നടത്തിയത്. അപ്പൊ ഇവിടെ സാഹചര്യങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ആ പ്രിപ്പോണ്ടറൻസ് ഓഫ് പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇവര് ചെയ്ത പ്രവൃത്തിയെ യാതൊരു തരത്തിലും ബൈഗമിക്കുള്ള ഒരു ഇന്റന്റോട് കൂടി ചെയ്ത ഒരു ആക്ട് ആയിട്ട് കാണാനായി സാധിക്കില്ല എന്നാണ് കോടതി വിധിക്കുന്നത്. കാരണം ക്ലിയർലി അവർക്ക് അതിനുള്ള ഇന്റൻഷൻ ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളോ അവർക്ക് എടുക്കാമായിരുന്നു. ഇവിടെ മാരേജ് ഓപ്പൺ ആണ്, സെക്കൻഡ് ഹസ്ബൻഡിനോട് എല്ലാം പറഞ്ഞു, അവര് റീസണബിൾ ആയിട്ട് അന്വേഷണങ്ങൾ നടത്തി, ഇത്രയും വർഷം കാത്തിരുന്നു, അതിനൊക്കെ ശേഷമാണ് അവർ വിവാഹം കഴിക്കുന്നത്. സോ ദിസ് മിസ്റ്റേക്ക് ഈസ് ക്ലിയർലി റീസണബിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ എക്സംഷനും കിട്ടി. ഇനി മിസ്റ്റേക്ക് ഓഫ് ലോ നമ്മൾ പറഞ്ഞു അത് ഡിഫൻസ് അല്ല, അല്ലെങ്കിൽ അതൊരു എക്സെപ്ഷൻ അല്ല. അതുമായി ബന്ധപ്പെട്ട പ്രധാനമായപ്പെട്ട കേസാണ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ് അഥവാ മേയർ ഹാൻസ് ജോർജ്. Now, mistake of law means a mistake as to the existence or otherwise of any law on a relevant subject, as well as a mistake as to what the law is. Mistake or ignorance of law, whether civil or criminal, is no defense in law, howsoever genuine it might have been. In the case of State of Maharashtra versus MH George, the Supreme Court refused to accept the plea of ignorance of the notification issued by the Reserve Bank of India on 24 November 1968, imposing restrictions on the transit of gold to a place outside the territory of India, and held the accused, a French national who left Zurich on his way to Manila on 27 November 1962, liable for violating the said notification when his plane landed in Bombay. ഇവിടെ ഈ കേസിൽ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നതായിട്ട്, ഈ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട, അന്ന് എനിക്ക് തോന്നുന്നു ഫെറ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ RBIയുടെ ആ നോട്ടിഫിക്കേഷൻ എക്സിസ്റ്റൻസിൽ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ക്ലെയിം ചെയ്തത്. അങ്ങനെ ആ നിയമം അറിയാത്തത് കൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള യാതൊരു തരത്തിലുള്ള ഇന്റൻഷനും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല എന്നും, അങ്ങനെ ഇന്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ മെന്റൽ എലമെന്റ് മെൻസ്രിയ ഇല്ലാതായതുകൊണ്ടും താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നതായിരുന്നു ഇവിടെ MH ജോർജിന്റെ വാദം. പക്ഷെ കോടതി ഈ വാദം അപ്പാടെ തള്ളിക്കളഞ്ഞു. കാരണം എന്താണ്? ഇങ്ങനെ ഒരു വാദം നിയമം അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നിയമത്തിന്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ട് ആയിക്കോട്ടെ, അത് ഏത് ഫോമിലും ആയിക്കോട്ടെ, ലോ അറിയാത്തത് കൊണ്ട് താൻ തെറ്റ് ചെയ്തു പോയി, തനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, താൻ അങ്ങനെ തെറ്റ് ചെയ്യാനായിട്ട് യാതൊരു ഇന്റൻഷനും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നൊരു വാദം എടുക്കാൻ ഒരു വ്യക്തിയെ അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും ഇതേ വാദം തന്നെ നിരത്തിക്കൊണ്ട് നിയമത്തിന്റെ പഴുതുകളിൽ നിന്നും, അല്ലെങ്കിൽ നിയമത്തിന്റെ
വലയത്തിൽ നിന്നും ഈസി ആയിട്ട് ഊരിപ്പോകും. സോ അത് തടയുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാവരും നിയമം അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു റിക്വയർമെന്റിനോട് കൂടി തന്നെ നിയമം അറിയില്ല എന്നുള്ളത് ഒരു ഡിഫൻസ് ആണ് അല്ലെങ്കിൽ എക്സംഷൻ ആണ് എന്നുണ്ടെങ്കിൽ എല്ലാവരും അതെടുക്കും എന്നുള്ള ഒരു കാരണവും കൂടി ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഈ ഒരു എക്സംഷൻ നിയമപരമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് സെക്ഷൻ 14 നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത് അനുവദിക്കാത്തത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഒബ്വിയസ്ലി വരുന്നൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ പൊതുവെ ഏത് രാജ്യത്തും എടുത്തോ അവിടുത്തെ എല്ലാ ജനങ്ങളും ഒരേപോലെ നിയമം അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. കാരണം എല്ലാവർക്കും ഒരേ ലെവൽ ഓഫ് അല്ലെങ്കിൽ ഒരേ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരേ ആക്സസ് ടു സച്ച് സോഴ്സ് കിട്ടണം എന്നില്ല. പക്ഷെ നമ്മൾ ഈ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്താറുണ്ട്. ചില സാഹചര്യങ്ങളിൽ പ്രീ പബ്ലിക്കേഷൻ, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ വിത്ത് അഫക്റ്റഡ് ഇൻട്രസ്റ്റ്, അങ്ങനെ പല പ്രക്രിയകളിലൂടെ ഇതിനെ കടത്തിവിടാറുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ ജനപ്രതിനിധികളാണ് പാർലമെന്റിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലികളിൽ പോയിരുന്ന് നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ഒബ്വിയസ്ലി നമ്മൾ തന്നെ നിയമം ഉണ്ടാക്കുന്നതിന് തുല്യമാണ്, നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് അവര്. അപ്പൊ അത് ഒരു റീസൺ ആണ്. അതുപോലെ തന്നെ ഈ പബ്ലിക്കേഷൻ, അതുപോലെ പ്രീ പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത്, കൺസൾട്ടേഷൻ, ഇതൊക്കെ നടത്തുമ്പോൾ നമ്മളിലേക്ക് നിയമം കൂടുതൽ എത്തുകയാണ്. ഗസറ്റിലൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിയുമ്പോൾ നമ്മളത് അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് തന്നെയാണ് നിയമപരമായ ഒരു ലീഗൽ പ്രിസംഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതൊരു എക്സംഷൻ അല്ല. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസാണ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര വേഴ്സസ് MH ജോർജ്. സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇല്ലുസ്ട്രേഷൻ എയോട് സിമിലർ ആയ സിറ്റുവേഷൻ ഉള്ള ഒരു കേസാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, സുപ്പീരിയർ അതോറിറ്റി ഒരു ഓർഡർ ഇടുമ്പോൾ ഓർഡർ ഇടുന്ന അതോറിറ്റിക്ക് അതിനുള്ള പവർ ഉണ്ടോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുന്ന സബോർഡിനേറ്റ് അതോറിറ്റിക്ക് അത് അങ്ങനെ ഒരു ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതും ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും നിയമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നിയമം അറിഞ്ഞിരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ള പ്രിസംഷനും ഉള്ളത് കൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളിൽ അങ്ങനെ പവർ ഇല്ലാതെ, അത്തരത്തിലുള്ള അധികാരമില്ലാതെ ഈ പറയപ്പെടുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു പ്രൊവിഷൻ ആയിരിക്കും അട്രാക്ട് ആകുക. അത് ഇറ്റ് ഈസ് ഇൻ നോ വേ ഡിഫൻസ് അല്ലെങ്കിൽ ഒരു എക്സംഷൻ അല്ല. അതുകൊണ്ട് തന്നെ ലയബിലിറ്റിയിൽ നിന്നും എക്സ്ക്ലൂഡ് ആകാൻ പ്രസ്തുത വ്യക്തികൾക്ക് സാധിക്കുകയില്ല. അപ്പോ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഓർഡർ ലീഗൽ ആണ് എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആള് ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം ഇല്ലീഗൽ ഓർഡറിനാണ് എഫക്റ്റ് കൊടുക്കുന്നതെങ്കിൽ ഈ എക്സംഷന്റെ ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടില്ല. ഇൻ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ശിവമംഗൾ സിംഗ്, the case of the prosecution was that the deceased and his brother were shot dead by the police at point blank range and brutally murdered. According to the defense version, the accused police officers were on patrol when they were attacked by a mob. When an assistant commissioner of police was injured in the mob violence, orders were given by the deputy commissioner of police to open fire. The accused constables were bound by law to obey the orders of the superior officer. Held if that the order was justified and lawful, no further question can arise as to whether the respondents who acted in obedience to that order believed or did not believe that the order to be lawful. Such an inquiry becomes necessary only when the order of the superior officer, which is pleaded as a defense, is found not to be in conformity with the commands of the law. Since the situation prevailing at the scene of the offense was such as to justify the order given by the deputy commissioner of police to open fire, the respondents can seek the protection of that order and plead in defense that they acted in obedience to that order and therefore they cannot be held guilty. ഇവിടെ ഈ കേസിൽ പ്രോസിക്യൂഷന്റെ വാദം എന്ന് പറയുന്നത് രണ്ട് സഹോദരന്മാരെ പോലീസുകാര് വളരെ അടുത്ത് നിന്ന് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ യാതൊരു കാരണവും കൂടാതെ അതിക്രൂരമായിട്ട് വെടിവെച്ച് കൊന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ പ്രതിസ്ഥാനത്തുള്ള ശിവമംഗൾ സിംഗ് ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ വാദം, അവര് പതിവ് പോലെ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു വലിയ ആൾക്കൂട്ടം അവരെ ആക്രമിക്കുകയും
ഈ സംഘർഷത്തില് ഒരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതായിരുന്നു. അപ്പൊ അതിനെ തുടർന്നാണ് അവര് റീറ്റാലിയേറ്റ് ചെയ്തത് എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അപ്പൊ ഇങ്ങനെ ACP അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറിയ ആ ഒരു അടിയന്തര സാഹചര്യത്തില് ആൾക്കൂട്ടത്തിന് നേരെ വെടിവെക്കാനായിട്ട് അവിടെ സ്ഥലത്തുണ്ടായിരുന്ന DCP ഡെപ്യൂട്ടി കമ്മീഷണർ അവർക്ക് ഉത്തരവ് കൊടുത്തു. അപ്പൊ തങ്ങളുടെ മേലുദ്യോഗസ്ഥന്റെ ആ ഉത്തരവ് അനുസരിക്കാനായിട്ട് നിയമപരമായി ബാധ്യസ്ഥരായതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രവുമാണ് തങ്ങള് ഈ രീതിയിൽ വെടിയുതിർത്തത് എന്നുള്ളതായിരുന്നു അക്യൂസ്ഡ് ആയിട്ടുള്ള പോലീസുകാര് അവരുടെ വാദമായിട്ട് കോടതിയെ ധരിപ്പിച്ചത്. അപ്പോ ഈ കേസ് വിശദമായി പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞത്, ഈ സംഭവം നടന്ന സ്ഥലത്തെ അന്നത്തെ സാഹചര്യങ്ങള് വിലയിരുത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആക്രമണത്തിന്റെ വ്യാപ്തി വെച്ച് നോക്കുമ്പോൾ ഡെപ്യൂട്ടി കമ്മീഷണർ വെടിവെക്കാനായിട്ട് നൽകിയ ഉത്തരവ് ആ ഒരു അടിയന്തര ഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു അടിയന്തര സാഹചര്യത്തിൽ തികച്ചും റീസണബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യായമായിട്ടുള്ളതും അതുപോലെ തന്നെ നെസസറി ആസ് വെൽ ആസ് എന്താ പറയുക എമർജന്റ് അനിവാര്യമായിട്ടുള്ളത് ഒന്നുമായിരുന്നു എന്നാണ് കോടതി നടത്തിയ കണ്ടെത്തൽ. അപ്പൊ ഒരു മേലുദ്യോഗസ്ഥൻ നൽകുന്ന ഉത്തരവ്, എസ്പെഷ്യലി ഇവിടെ ACP എന്ന് പറയുന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഓൾറെഡി അണ്ടർ അറ്റാക്ക് ആണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ആക്രമണത്തിന് വിധേയനായി അവിടെ ഇഞ്ചുറി പറ്റി നിൽക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തില് അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളില് മേലുദ്യോഗസ്ഥൻ നൽകുന്ന ഉത്തരവ് നിയമപരമായിട്ടുള്ള ഒന്നാണെങ്കിൽ അപ്പൊ അതനുസരിച്ച് കീഴുദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള നിയമപരമായ തടസ്സവും ഇല്ലെന്നും ഇങ്ങനെ അതിന്റെ എക്സിക്യൂഷന് വേണ്ടി പ്രവർത്തിക്കുന്ന കീഴുദ്യോഗസ്ഥർക്ക് നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുന്നതിന് അർഹതയുണ്ട് എന്നുള്ളതുമായിരുന്നു കോടതി നടത്തിയ മറ്റൊരു നിരീക്ഷണം. അപ്പൊ ഈ കേസിൽ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവ് സാഹചര്യത്തിനനുസൃതമായി തികച്ചും നിയമപരമായിട്ടുള്ള ഒന്നായതുകൊണ്ടും ആ കണ്ടെത്തലിൽ കോടതിക്ക് എത്തിച്ചേരാൻ സാധിച്ചതുകൊണ്ടും ഇങ്ങനെ ആ ഓർഡറിനനുസൃതമായി പ്രവർത്തിച്ച കീഴുദ്യോഗസ്ഥരെ, ആ പോലീസുകാരെ, കോൺസ്റ്റബിളുമാരെ അന്നത്തെ സെക്ഷൻ 76 അതായത് ഇന്നത്തെ നമ്മുടെ BNSന്റെ സെക്ഷൻ 14 ബെനിഫിറ്റ് കൊടുത്ത് കോടതി വെറുതെ വിടുകയാണ് ഈ കേസിൽ ഉണ്ടായത്. അപ്പോ നിയമപരമായ ഓർഡർ ആയതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ആ ഒരു സാഹചര്യത്തിൽ ഒരു നെസസിറ്റി എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് കൂടി അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടും റീസണബിൾ ആയിട്ട് ആ ഒരു സാഹചര്യത്തിൽ പെരുമാറേണ്ട രീതിയിൽ തന്നെയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പെരുമാറിയത് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഈ സെക്ഷന്റെ എക്സെപ്ഷന്റെ ബെനിഫിറ്റ് ഈ അക്യൂസ്ഡ് കോൺസ്റ്റബിൾസിന് കിട്ടിയത്. സോ അതാണ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ വേഴ്സസ് ശിവമംഗൾ സിംഗ്. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ എക്സെപ്ഷൻസിന്റെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ജനറൽ എക്സെപ്ഷൻസ് എന്നും അതിന്റെ ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ് വരുന്നതെന്നും അതിൽ റിക്വയർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതുമാണ് നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ ഡീൽ ചെയ്തത്. അതിനുശേഷം മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് എന്ന് പറയുന്ന ഹെഡിൽ വരുന്ന ജനറൽ എക്സെപ്ഷൻ ആയ സെക്ഷൻ 14 എന്താണെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസ് ലോസ് എന്തൊക്കെയാണെന്നും അതിന്റെ 2 പ്രധാനപ്പെട്ട ഇല്ലുസ്ട്രേഷൻസും നമ്മൾ ഡീൽ ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ട് സെക്ഷൻ 2 ക്ലോസ് 24 പ്രകാരം ജനറൽ എക്സെപ്ഷൻസ് എങ്ങനെയാണ് BNSന് പുറമെ മറ്റ് സ്പെഷ്യൽ ആസ് വെൽ ആസ് ലോക്കൽ ലോസിന് ആപ്ലിക്കബിൾ ആകുന്നത് എന്നും സെക്ഷൻ 3 ക്ലോസ് 1 പ്രകാരം നമ്മളൊരു ഒഫൻസ് അല്ലെങ്കിൽ പീനൽ പ്രൊവിഷൻ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ 3 കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ജനറലി വായിച്ച് എടുക്കേണ്ടത് അല്ലെങ്കിൽ അവയോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതും എന്നും നമ്മൾ പഠിച്ചു. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. നന്ദി.